എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചില സന്തോഷങ്ങളും ഒരുപാട് വരാനിരിക്കുന്ന കാര്യങ്ങളെയും ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയും ഒരുപാട് സന്തോഷം അനുഭവിച്ച മുഹൂർത്തങ്ങളെയൊക്കെ അയവിറക്കി പോകാം. ഇടയ്ക്ക് അങ്ങനെയൊക്കെ ആവശ്യമാണല്ലോ. പഴയ നല്ല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് ഓർക്കുമ്പോൾ വീണ്ടും ഇപ്പൊ നടക്കുന്ന ചെറിയ 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 വിഷയങ്ങൾ ഒന്നും അല്ലാതായി മാറിപ്പോകും. ചില കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ബാല്യകാലത്തെ അനുഭവങ്ങൾ ഇപ്പൊ ചില സമയത്ത് പ്രാരാബ്ധങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് എടുത്തു വെക്കാം. അതുപോലെ തന്നെ ഹാപ്പിനെസ് മാസ്റ്ററിൽ വന്നതിന് മുമ്പത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ഒന്ന് ഷെയർ ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് ഭാവിയിൽ എന്തായിത്തീരണം എന്നതിനെ പറ്റി തീരുമാനിച്ചിട്ട് നമുക്ക് പിരിയാം. ഇതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കൃത്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥിരമായിട്ടും ഈ ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും എന്ന് പറഞ്ഞ് ഓരോ ദിവസവും തുടങ്ങാറുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കുക, ചിന്തിച്ചു നോക്കുക. ഈ വാക്ക് പറയുന്നതിന് മുമ്പത്തെ നിങ്ങളും പറയാൻ തുടങ്ങിയതിന് ശേഷമുള്ള നിങ്ങളുടെ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അതൊന്ന് പരാമർശിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റമുണ്ടാവും എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ആ വാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നുവോ ഇപ്പോൾ നിരന്തരം അത് വാക്ക് രാവിലെയും വൈകിട്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മാറ്റം ഉണ്ടാവുന്നു, എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന പ്രവർത്തനം, ഇതൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പത്മിനിയോട് പറഞ്ഞ പോലെ അതൊരു പ്രശ്നമല്ല, അതൊരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ ഓരോ കാര്യം വരുമ്പോഴും മനസ്സിലാക്കും. ഇത് വളരെ വലിയ ഒരു മാറ്റത്തിന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിന്തകൾ വാക്കുകളായി മാറുന്നു, വാക്കുകൾ പ്രവൃത്തികളായി മാറുന്നു. അപ്പോൾ പ്രവൃത്തി എന്ന് പറയുന്നതാണ് ജീവിതം. അപ്പൊ എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ, എന്റെ ചിന്ത ഇങ്ങനെയായിരുന്നു. എന്റെ ചിന്ത ഇങ്ങനെ ആയതുകൊണ്ട് എന്റെ വാക്കുകൾ എങ്ങനെ വന്നു, എന്റെ വാക്കുകൾ എങ്ങനെ ആയത് വന്നുകൊണ്ട് എന്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ളവരുടെ പ്രവൃത്തികൾ അങ്ങനെയായി. അപ്പോൾ എന്റെ ജീവിതവും ഇങ്ങനെയായി തീർന്നു എന്ന് നേരത്തെ ജേർണി ടു ഹാപ്പിനെസിന്റെ ക്ലാസ്സിലെ ഡിസ്കഷന്റെ ഇടയിൽ ആശാലക്ഷ്മി ഒരു ചോദ്യം ചോദിച്ചല്ല അവരോട്. ഞാനും കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് ഇരുന്നു, ചേടാ ഇതിനിപ്പോ ഒരു ഉത്തരം കണ്ടെത്തിയേ പറ്റുള്ളൂ. ജേർണി ടു ഹാപ്പിനെസിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യും. നന്നായിട്ട് ആ ക്ലാസ്സിന് വളരെ ഭംഗിയായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നു. ജീവിതം എന്താണ് ജീവിതം എന്നായിരുന്നു ചോദ്യം. ചോദ്യം വളരെ ലളിതമാണ്. എന്താണ് ഈ ജീവിതം? ചോദ്യങ്ങൾ പലപ്പോഴും ലളിതമായി പോയി. നമുക്ക് ചോദ്യങ്ങളാണ് കടുപ്പം എന്ന് കരുതുന്നവരാണ് നമ്മൾ. പക്ഷെ ചോദ്യങ്ങൾ ലളിതവും ഉത്തരങ്ങൾ സങ്കീർണമാകുന്ന അവസ്ഥ എപ്പോഴാണോ ഉണ്ടാവുന്നത്, അവിടെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിക്കുന്നത്. ചോദ്യങ്ങൾ കഠിനവും ഉത്തരങ്ങൾ ലളിതവുമായാൽ ആർക്കും എന്തോ ആവാം. പക്ഷെ നേരെ തിരിച്ചായിരിക്കണം. ചോദ്യങ്ങൾ ലളിതവും ഉത്തരങ്ങൾ സങ്കീർണവുമാകണം. അപ്പോഴാണ് എന്തോ ഒരു സാധനം നമുക്കുള്ളത് പ്രവർത്തിക്കാൻ നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ ജീവിതം മാറ്റം തുടങ്ങും. ഏതായാലും ഞങ്ങൾ ചർച്ചയിലേക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ ഷെയർ ചെയ്തോളൂ. സന്തോഷത്തോടുകൂടി ഓരോ ആളും പറയാനുള്ള പറഞ്ഞോളൂ. ഞാൻ വെറുതെ കേട്ടിരിക്കാം, ഒച്ച ഉണ്ടാക്കരുത്. എല്ലാവരും അവരവരെ തന്നെ ഡിസിപ്ലിൻ. ഇന്ന് ഞാൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് എത്രത്തോളം ഡിസിപ്ലിൻ ഉണ്ട് എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എത്ര പേര് ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഓരോരാളും അൺമ്യൂട്ട് ചെയ്യുക, മറ്റുള്ളവരപ്പോ മ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സംസാരിക്കുക. അവർ സംസാരിച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ സംസാരിക്കുക. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു തീർന്നില്ലല്ലോ ആ ബുദ്ധിമോശം കാണിക്കാനായിട്ട്. സ്ഥിരം അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ തീർക്കാനുള്ള സന്മനസ് ആദ്യം ക്ഷമ കാണിച്ചുകൂടെ സജീവ്? എത്ര വട്ടം ഞാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞൊന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയം കൂടി വേണ്ട എനിക്ക്. അപ്പോ ഓരോ ആളും സംസാരിക്കുക, അതിനുശേഷം സമാധാനപൂർവ്വമായി സംസാരിക്കുക. ഒരു തിരക്കുമില്ല, നമുക്ക് പതുക്കെ പതുക്കെ സംസാരിച്ചാൽ മതി.
ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാവണം എന്ന് മാത്രം. ഇനി നിങ്ങൾ തീരുമാനിക്കുന്ന പ്രവൃത്തി എത്രത്തോളം നല്ലതാണ്. എല്ലാവർക്കും സമയം തരാം, ഒരു വിഷയമില്ല. സന്തോഷത്തോടുകൂടി ആദ്യം നേരത്തെ സംസാരിക്കാൻ നിന്നത് ഓക്കെ, സജീവനെ ആദ്യം സംസാരിച്ചു. ഇനിയിപ്പോ അത് വേണ്ട. സാർ, ഞാൻ ആദ്യഘട്ടത്തിൽ എനിക്ക് മാനസികമായിട്ട് വല്ലാത്ത ടെൻഷനും പരിഭവങ്ങളും വൈബ്രേഷനും എന്തെന്ന് തന്നെ അറിയാൻ വയ്യാത്ത ഒരു മാനസിക വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു സാറിനെ വന്ന് കാണുന്ന സമയത്ത്. എനിക്ക് ഈ ലിങ്ക് കിട്ടിയിരുന്നത് ആശയാണ്. ആശയാണ്. അപ്പൊ ആ ലിങ്ക് സാറിന്റെ ഒക്കെ ക്ലാസ്സിൽ കയറിയതിനു ശേഷം ഞാൻ അനുഭവിച്ചോണ്ടിരുന്ന അതെല്ലാം മാറി എനിക്ക്. ഇപ്പൊ ഞാൻ പുതിയൊരു മനുഷ്യനാണ്. ഇപ്പൊ എനിക്ക് അതിന് തരണം ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. സാറിന്റെ ക്ലാസ്സിൽ നിന്ന് സാറിന്റെ പഠിപ്പിച്ച് തന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും എല്ലാം ഞാൻ മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ ഒരുപാട് ഭയങ്കര ചേഞ്ചിങ് ആണ് ഞാൻ. എനിക്ക് ഒരുപാട് നേട്ടങ്ങളും നല്ല നല്ല കാര്യങ്ങളും എല്ലാം ഒരു വശത്തോടെ എനിക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. വെരി വെരി ഹാപ്പി, വെരി വെരി ഹാപ്പി. വളരെ സന്തോഷം. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്താരാ? ലീലമ്മ ഷാജി. അതെ സാറേ, ഇന്ന് ഞാനും മോൾക്കൊരു ചുമയായിരുന്നു കുറെ ദിവസമായിട്ടേ. ഞാനും മോളും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ നേരത്തെ തൊട്ട് എനിക്ക് സുഖം ഉണ്ടായിരുന്നു. ഞാൻ ഈ പൈസ കിട്ടിയ ഞാൻ ശ്രദ്ധയോടെ ഒരിടത്ത് അടുക്കി പെറുക്കി വെക്കത്തില്ലായിരുന്നു. ഞാൻ ഈ പൈസ കിട്ടിയാൽ അടുക്കി പിറക്കി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ഞാൻ അന്നേരം ഓർക്കും താക്കോൽ എടുക്കണ്ടേ, അത് എങ്ങോട്ടെങ്കിലും വെക്കാന്ന് വെച്ച് ഞാൻ എവിടെങ്കിലും അതുകൊണ്ട് വെക്കും. പിന്നെ ഞാനത് മറന്നു പോകും. മറന്നു പോയിട്ട് ഞാൻ ഈ സാരിയൊക്കെ ഉടുക്കാനായിട്ട് എടുക്കുമ്പോ ഇത് താഴോട്ട് വീഴുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ പൈസ ഇരിപ്പുണ്ടായിരുന്നു എന്ന്. അങ്ങനെ പിന്നെ സാറിന്റെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോഴ് ലാലു സാറിന്റെ ക്ലാസ്സിൽ തൊട്ട് ഞാൻ ആ ശീലം കുറച്ച് മാറ്റാൻ തുടങ്ങി. സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് മാറ്റി. ഒരു പൈസ കിട്ടിയാൽ ഞാൻ അപ്പോഴേ അതുകൊണ്ട് എത്ര തിരക്കാണേലും കൊണ്ട് വെച്ചതിന് ശേഷമേ പിന്നെ ഞാൻ ചെയ്യുള്ളൂ. ഇന്ന് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകാനൊരുങ്ങിയപ്പം ഞാനൊരു പേഴ്സിനകത്ത് വെച്ചിട്ട് ഈ മോളെയും കൊണ്ട് പോയാൽ എനിക്ക് ഒരുപാട് പൈസ ചെലവാകും. അപ്പൊ ഞാൻ ഓർത്ത് ഇച്ചിരി പൈസ എടുത്തോണ്ട് പോകാം, ബാക്കി കൊണ്ട് അലമാരിക്കകത്ത് വെക്കാന്ന് വിചാരിച്ച് ഞാൻ ആ ഡോറിനകത്ത് 2 പേഴ്സ് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ആദ്യത്തെ പേഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഒരെണ്ണത്തിൽ വെച്ചിട്ട് രണ്ടാമത് അലമാരിയുടെ ഡോറ് തുറന്ന് എന്നാ മറ്റേ പേഴ്സ് എടുക്കാം. ഇന്ന് എനിക്ക് കുറച്ച് പൈസക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് പൈസ തികയുന്നില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് വിഷമിച്ചൊന്നുമില്ല, ഞാൻ അതങ്ങ് വിട്ട് കളഞ്ഞു. ഇപ്പൊ ഞാൻ അങ്ങനെ വിഷമിക്കില്ല. സാറിന്റെ ക്ലാസ്സിൽ കൂടി ഞാൻ ഒത്തിരി പ്രാക്ടിക്കലായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ടെൻഷൻ എല്ലാം അങ്ങ് ഒഴിവാക്കി വരിക. ഞാൻ ചെന്ന് ഒരു പേഴ്സ് എടുത്ത് നോക്കിയപ്പോ അത് നിറച്ചും പൈസ ഇരിക്കുന്നു. ഞാനിത് എന്ന് വെച്ചതാണെന്നോ എപ്പം വെച്ചതാണെന്നോ എനിക്കറിയത്തില്ല. ഉടനെ ഞാൻ എടുത്തോണ്ട് അത് എണ്ണി നോക്കിയപ്പോ 19,430 രൂപ അപ്രതീക്ഷിതമായിട്ട് എന്റെ കയ്യിലോട്ട് വന്ന്. ഞാനങ്ങ് ഓർത്ത് ഇത് എന്ന് വെച്ച പൈസ, ഈ പേഴ്സിൽ ഇങ്ങനെ ഒരു പൈസ, ഞാൻ പല പ്രാവശ്യം ഈ പേഴ്സ് പോയി എടുത്തിട്ടുണ്ട്, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് ഇന്നലെ എനിക്ക് വേറെ കുറെ പൈസ കിട്ടാനുണ്ടായിരുന്നു. ഞാൻ അവരെ 3-4 പ്രാവശ്യം ഫോൺ ചെയ്തപ്പോഴത്തേന് അവര് ഫോൺ എടുക്കാതെയായി. പിന്നെ അവരിഷ്ടമില്ലാത്ത രീതിയിൽ പറഞ്ഞു. ഞാൻ അന്നേരത്തെ അങ്ങ് വിഷമിച്ച് അവർ ഈ സ്ഥലത്തുനിന്ന് എറണാകുളത്തോട്ട് പോവുകയും ചെയ്തു. ഇനി ഇവരെങ്ങനെ കോണ്ടാക്ട് ചെയ്യും? അതെല്ലാം കഴിഞ്ഞ് വന്നേച്ച് ഞാൻ സാറിന്റെ 1212 ടെക്നിക്കിന്റെ കയ്യിൽ എഴുതി വെച്ച് നാളെ 10 മണി രാത്രിക്ക് മുമ്പ് എനിക്ക് പൈസ കിട്ടിയേ പറ്റൂന്ന് ഞാനങ്ങ് ഓർത്തു. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോ ആ പൈസ എന്റെ അക്കൗണ്ടിൽ വന്നു. അതുപോലെ തന്നെ വീട്ടിലെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. മോനും ഞാനും കൂടെ സംസാരിച്ചിട്ട് ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ മടിക്കുന്നു. ഒരു 7-8 മാസം. ഇന്ന് രാവിലെ അവൻ എറണാകുളത്ത് മീറ്റിങ്ങിന് പോകാറായപ്പോ എന്നെ വിളിച്ച് യാത്ര പറഞ്ഞു. ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ 3-4 കാര്യങ്ങൾ. പിന്നെ നമ്മൾ സാമ്പത്തിക ധ്യാനം കഴിഞ്ഞപ്പോ ഞാനും ഓർത്തു ഈ ക്ലാസ്സിൽ വന്നിട്ട് സാറിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ സാറിനെ അങ്ങ് സൂചിപ്പിക്കാനൊന്നും ഞാൻ പറയല്ല. ഞാൻ ഓർത്തു സാറിന്റെ ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല, ഇനി എവിടെ പോയാ കിട്ടുന്നത്? ഇതുവരെ റിസൾട്ട് കിട്ടാത്ത എനിക്കൊരു മനസ്സിന് വിഷമം ഉണ്ടായിരുന്നു. സാമ്പത്തിക ധ്യാനം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ കുബേരമന്ത്രം ചാന്റ് ചെയ്യാൻ തുടങ്ങി. രാവിലെ 108, വൈകിട്ട് 108. ഇന്നലെ ഞാൻ വെളുപ്പിന് 3 മണിയായപ്പോ ഏതായാലും ഇതിന് ഞാനൊരു റിസൾട്ട് കിട്ടിയിട്ടേ ഈ ക്ലാസ്സിൽ നിന്ന് പോകുള്ളൂ ഞാനും ഒന്ന് തീരുമാനിച്ചു. ഞാൻ അത് ചാന്റ് ചെയ്തു. സാറിന്റെ പുസ്തകം എടുത്ത് അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും അങ്ങോട്ട് ഇന്നലെ 2-3 ദിവസം കൊണ്ട് ശരിക്കും അങ്ങോട്ട് പറയാനും വായിക്കാനും തുടങ്ങി. അപ്പോഴത്തേന് എന്റെ മനസ്സിൽ നിന്നൊക്കെ ഞാൻ തന്നെ മാറണം. സാറ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ ആയില്ല, മാറിയേ പറ്റുള്ളൂ എന്നൊരു ചിന്ത ഞാൻ അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് റിസൾട്ട് ഓരോന്നോരോന്നായി വരാൻ തുടങ്ങി. ഇന്നൊക്കെ എന്റെ മനസ്സിന്റെ ഭാരങ്ങൾ, ഇന്ന് ഒരു പ്രശ്നം ഇന്ന് വീട്ടിലെ ഉണ്ടെങ്കിൽ നാളെ പുറത്തുനിന്ന് ഒരെണ്ണം വരും. അങ്ങനെ എനിക്ക് ഇങ്ങനെ പോസിറ്റീവ് ആകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ സാറിനോട് പറഞ്ഞല്ലോ. ഇന്നൊക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം വന്നു.
ഞാൻ ആ കുബേരമന്ത്രം ചാൻറ്റ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. വെളുപ്പിന് ഞാൻ 7 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ശീലമായിരുന്നു സാറേ. ഞാൻ എന്ത് ചെയ്ത് എഴുന്നേൽക്കത്തില്ല. ലാലു സാറിന്റെ ക്ലാസ്സിൽ കയറിയപ്പോൾ സാർ അവിടുന്ന് പിള്ളേരെ വിട്ട് എന്നെ വിളിപ്പിക്കുമായിരുന്നു. 5 മണിക്ക് എഴുന്നേൽക്കണമായിരുന്നു മെഡിറ്റേഷൻ. എന്നാലും ഞാൻ എഴുന്നേൽക്കത്തില്ല. 2 ഫോൺ അലാറം വെച്ചിട്ട് ഇപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. വെളുപ്പിന് ചാടി എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എനിക്ക് നാളെ ഒരു 30,000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് സാറേ. അതും ഞാനപ്പോ ഒന്ന് മനസ്സിലാക്കി സാറിന്റെ ക്ലാസ്സിൽ നിന്ന്. ഞാൻ ഈ പൈസ അനാവശ്യമായി അതിനെ ശ്രദ്ധയോടെ സ്നേഹിക്കാതെയും കൈകാര്യം ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് മണി ബ്ലോക്ക് വന്നിട്ടുണ്ടെന്ന് ഈ ക്ലാസ്സിൽ കൂടെയാണ് ഞാനത് മനസ്സിലാക്കി. ഇപ്പൊ ഞാനത് കറക്റ്റിന് ചെയ്യാനും എന്നെ ശ്രദ്ധയോടെ സ്നേഹിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോ എനിക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് സാറേ. പിന്നെ ഒരു ആരോഗ്യ പ്രശ്നം PCOD ഉണ്ടായിരുന്നു നേരത്തെ. ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും തിങ്കളാഴ്ച ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. വീണ്ടും ഒരു സംശയം ഇനി ഉണ്ടോന്ന്. അപ്പൊ സാറിന്റെ ഒരു പ്രയറും എനിക്കൊരു നോർമൽ രാവിലത്തെ മെഡിറ്റേഷൻ ഇല്ലേ നിങ്ങള്? ഇല്ല. ഞാൻ പിന്നെ ഇന്ന് തന്നെ സാറിന്റെ യൂട്യൂബ് ചാനൽ ഇന്ന് അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും എന്നൊരു ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം. സാർ 5:30 മണിക്കത്തെ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം. ഇന്ന് രാത്രി കല്ല് കയ്യിലില്ലേ? ഞാൻ ആദ്യം പറഞ്ഞ കല്ല്. ഇല്ല. ആദ്യം നമ്മളൊരു കല്ല് എടുത്തു വെച്ചില്ലേ? ആ ഫസ്റ്റ് ഒരു കല്ല് നമ്മൾ എടുത്തില്ലേ മറ്റേ തൃശ്ശൂർക്ക് മുമ്പ് തന്നെ? അതെ അതെ. ഓക്കെ സാർ. അത് മതി. ആ ആ കല്ല് എടുത്ത് കയ്യിൽ വെച്ചോ. ഇന്ന് കിടക്കുമ്പോ നാളെ മെഡിറ്റേഷൻ ഇല്ല. ഇന്നിപ്പോ 2020 മെഡിറ്റേഷൻ ഉണ്ടോ? ഉണ്ട്. എന്നാൽ PCODയുടെ കാര്യത്തിൽ തീരുമാനാക്കുന്നത്. ശരി സാറേ. എന്നിട്ട് മെഡിറ്റേഷനിൽ ചേർന്നോ. നാളെ തിങ്കളാഴ്ച മുതൽ മെഡിറ്റേഷൻ ജോയിൻ ചെയ്തോ കേട്ടോ. ഓക്കെ സാർ. PCODയുടെ കാര്യത്തിൽ തീരുമാനാക്കുന്നത്. നമ്മൾ മാറാൻ തീരുമാനിച്ചു വെച്ചാൽ പിന്നെ ഒരു സംഭവത്തിനും നമ്മളെ ഇന്ന് വഴി നടത്താൻ സാധിക്കില്ല. അതെ, ഇപ്പൊ കേൾക്കുന്നവരോടും കൂടെ ഞാനൊന്ന് പറയുക. നിങ്ങളും ഇതുപോലെ ഇച്ചിരി കഠിനാധ്വാനം ചെയ്താൽ, ഞാൻ ഓർത്തത് എന്ത് റിസൾട്ട് കിട്ടാൻ എനിക്കൊരു ടെൻഷനും ഉണ്ട്. എന്നിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഇനി 6ാം ക്ലാസ്സിൽ കയറി എന്ത് റിസൾട്ട് കിട്ടാനാ, ഇത്രയും എന്നാ ഇതിന് റിസൾട്ട് കിട്ടിയിട്ടേ ഉള്ളൂ, ഞാൻ ഇച്ചിരി ശരിക്ക് അധ്വാനിച്ചിട്ടേ ഉള്ളെന്ന് വെച്ച് ഞാൻ സാറിന്റെ പുസ്തകം നോക്കി ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ പറയുകയും അഫർമേഷൻ പറയുകയും പിന്നെ സാർ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്, മെഡിറ്റേഷൻ. അത് ഞാൻ കുറെ ദിവസങ്ങളായിട്ട് ചെയ്യാവുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേന് ഇന്ന് തന്നെ എന്റെ മനസ്സിന് നല്ല എന്തൊക്കെയോ ഒരു ഭാരം ഇറങ്ങിപ്പോയ പോലെ ഇന്ന് എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് ഈ ജീവിതത്തില് ഒരുപാട് നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളുടെ കഠിനാധ്വാനം നമുക്ക് ഫലം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. സാർ അതിന് വഴിയൊരുക്കി തരുന്നു, നമ്മൾ ആ വഴിയിലൂടെ നീങ്ങുക. ഇതാണ് എനിക്ക് ഇന്ന് ഈ ക്ലാസ്സിന് പറയാനുള്ളതും. ഒത്തിരി താങ്ക്സ് സാറേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നിങ്ങൾ ആദ്യം എന്നോട് സംസാരിച്ച ആ നിമിഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ തന്നെ എനിക്ക് തന്നെ എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു. അതെ സാറേ, ഞാൻ അത്രയും പ്രശ്നങ്ങളെ രൂക്ഷമായിട്ട് നിയമപരമായിട്ടും എല്ലാം നേരിട്ടുകൊണ്ടിരുന്ന അവസ്ഥയിലൊക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് അതിനെല്ലാം ഒരു കരുത്തായി ഒന്നുകൂടെ. ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ ആയതുകൊണ്ടാണ് മാനേജ് ചെയ്ത് പോയത് തന്നെ. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് സമയം വന്നു എന്നുള്ളതാണ് അർത്ഥം. ആ സമയമാകുമ്പോ എല്ലാം കണക്ട് ആയി കിട്ടും. ഓക്കെ, അടുത്ത ആരാ പറയാനല്ലേ? പറഞ്ഞു. നമസ്തേ സാർ, ഞാൻ ഉഷയാണ്. ഉഷ പറഞ്ഞു. നല്ല വിശേഷം. എല്ലാം കൊണ്ടും വളരെ നല്ലതാണ് സാർ. ഇന്നലത്തെ സാറിന്റെ 3 ഭൂതങ്ങളുടെ കഥ എനിക്ക് ഇന്നലെ ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം നമ്മളുടെ ഇവിടെ നല്ല മഴയും ഇടിയും മിന്നുമായിരുന്നു. അപ്പൊ എനിക്ക് ഇത് ചെവിയിൽ വെക്കുമ്പോ ഒരു പേടി, ഇത് ഭയങ്കര മിന്നായിരുന്നു അകത്തോട്ട്. അപ്പൊ ഞങ്ങൾ ജനലൊക്കെ അടച്ചിട്ട് എല്ലാവരും കൂടി അകത്ത് കയറിയിരിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കയറാതിരുന്നത്. കയറിയില്ല. പക്ഷെ രാവിലെ എല്ലാ ദിവസവും കയറാൻ പറ്റാത്തത് ഞാൻ കേൾക്കാറുണ്ട്. രാവിലെ എല്ലാ ദിവസവും കേൾക്കുക. അപ്പൊ കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നിയത് ആ സാർ പറഞ്ഞത് ഫുള്ളും കറക്റ്റ് നമ്മളൊക്കെ തന്നെ ആയിരുന്നു, ഞാനൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഇന്നല്ല, ഒരു 3 മാസം മുൻപ് വരെ ഇതൊക്കെ ഞാനും ആയിരുന്നു. ഇന്ന് വളരെയേറെ മാറിപ്പോയി. 3 മാസം എന്ന് പറയാൻ പറ്റില്ല, 3 വർഷങ്ങളുടെ മാറ്റം വന്നു കഴിഞ്ഞു. അത്രയ്ക്കും മാറി. അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഞാൻ തന്നെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കി, സാറി പറഞ്ഞതൊക്കെ ഞാനും ആയിരുന്നല്ലോ, ഇതിനിപ്പോ എന്തെല്ലാം മാറിയെന്ന് നോക്കുമ്പോ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ആ മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൽ അതിയായ സന്തോഷം. എനിക്ക് സാറ് ക്ലാസ് നിർത്തിയപ്പോ എനിക്ക് തോന്നി പോരായിരുന്നു. ഇതുവരെയും കേട്ടേക്കാട്ടും എനിക്ക് ഇന്നലത്തെ ആ ക്ലാസ് കുറേയും കൂടി സാറ് പറഞ്ഞിരുന്നെങ്കിൽ എന്നാ തോന്നിയത്. ഇന്ന് രാവിലെ വല്ലാണ്ടൊരു ആഗ്രഹം, വീണ്ടും കുറച്ചും കൂടി സാറ് പറഞ്ഞായിരുന്നെങ്കിൽ. സാർ തന്നെ പറഞ്ഞിരുന്നല്ലോ ഇത് ഇവിടെ ഒന്നും തീരൂല, കുറേയുണ്ട് പറഞ്ഞു തരാനാണെങ്കിൽ. പക്ഷെ അന്നേരം എനിക്കൊരു വല്ലത് ആഗ്രഹം, ദൈവമേ കുറേയും കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ, ഇത് തീർന്നല്ലോ പെട്ടെന്ന് എന്നാണ് ഒരാഗ്രഹം തോന്നിയത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് സാർ എല്ലാം നല്ലതായിട്ട് നടക്കുന്നു. സമാധാനം, സന്തോഷം, കുടുംബത്തിലെ സന്തോഷം, സമാധാനം, അതാണ് പ്രധാനം. അതുണ്ട്. പിന്നെ
ബുദ്ധിമുട്ടുകളായിട്ടുള്ള ക്യാഷിന്റെ കാര്യത്തിലായാലും ഈ പണത്തിന്റെ കാര്യം ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുമായിരുന്നു. അലസമായിട്ട് പണം ബാഗിന്റെ ഓരോരോ കള്ളികളിലും പേഴ്സിലും ഒക്കെ ചുരുട്ടിയും അങ്ങനെ നേരെയൊന്നും വെക്കാതിരുന്നതായിരുന്നു. പക്ഷെ ഫസ്റ്റ് സാറ് പറഞ്ഞു തന്നൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങളൊന്ന് പൈസ കൃത്യമായിട്ട് നേരെ അടുക്കി ഒരു വൃത്തിയായിട്ട് സൂക്ഷിക്കുക, എവിടെയാണെങ്കിൽ പേഴ്സിലെങ്കിൽ പേഴ്സിൽ, ബാഗിലെങ്കിൽ. അന്ന് മുതൽ ഞാൻ അങ്ങനെ വെച്ചിട്ട് ഇന്ന് വരെയും എന്റെ പേഴ്സിൽ നിന്ന് 1000 രൂപ എപ്പോഴും പേഴ്സിൽ അങ്ങനെ ഉണ്ട്. അത് കുറയുന്നേ ഇല്ല, അങ്ങനെ തന്നെ ഉണ്ട്. നല്ല വൃത്തിയായിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് പണം. ഇത്രയൊക്കെ എനിക്ക് അധികം പറഞ്ഞ് എല്ലാവർക്കും പറയാനുണ്ടാവുമല്ലോ. എന്നെ എല്ലാം നല്ലത് സാറേ, നല്ലത് തന്നെ, വളരെ നല്ലത്. ഗോഡ് ബ്ലസ് യു. സാറിന് നന്മ വരട്ടെ, നല്ലത് വരട്ടെ. നന്ദി, നന്ദി, നന്ദി. താങ്ക് യു ഉഷ, താങ്ക് യു. ഇത്തരം പോസിറ്റീവ് വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ നൽകട്ടെ. താങ്ക് യു. അടുത്ത ആരാ? ലാലി. ആരാ അൺമ്യൂട്ട് ചെയ്തത്? നേരത്തെ ലാലിയാണ് പറഞ്ഞു അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തോ? ആരെങ്കിലും കുഴപ്പമില്ല. സർ ആ. സുധയാണ്. സർ, ഞാൻ ഇന്നലെ സാറ് പറഞ്ഞു തന്ന ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ഇച്ചിരി എന്തോ ഒരു നെഗറ്റീവായിട്ട് വന്നപ്പോ ഞാൻ ഇന്ന് എന്തായാലും സാറിന്റെ ക്ലാസ്സിൽ കയറുമ്പോൾ സാറോട് പറയണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് ചോദിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നു. സാർ ഇന്നലെ ക്ലാസ് എടുത്തതും അത് തന്നെയായിരുന്നു. എനിക്കത് ഭയങ്കര അത്ഭുതമായി പോയി. ഞാൻ വിചാരിക്കണം സാറിനോട് ചോദിക്കണം എന്ന് വിചാരിച്ച ഇത് തന്നെ സാർ ഇന്നലെ സംസാരിച്ചപ്പോ എനിക്കത് ഭയങ്കര ഹാപ്പിയായി സർ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ചേട്ടന് ജോലി ഇല്ല എന്നുള്ളത് പറഞ്ഞിരുന്നല്ലോ. സാർ ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. കിട്ടി, ഇന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ജോലിയുണ്ട്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. ഞാനിപ്പോ നാട്ടിലേക്ക് പോവുകയാണ് 12-ാം തീയതി. നമ്മൾ ബാംഗ്ലൂരാണ് ഉള്ളത്. അപ്പോ 12-ാം തീയതി പോകുമ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട് സർ. മോനെ പഠിപ്പിക്കാനുള്ള ഒരു പൈസ, അവന് ഫീസ് അടയ്ക്കാനും വാടകയ്ക്കാണ് ഇരിക്കുന്നത്. ഒരു വീടെന്ന സ്വപ്നമാണ് എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം. അവരോടൊപ്പം കഴിയണം എന്നുള്ളൊരു സ്വപ്നം എനിക്കുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് നിറവേറ്റി തരണം എന്ന് ദൈവത്തോട് ഞാൻ 5 മണിക്ക് എണീറ്റാൽ ഞാൻ ഒരേ പ്രാർത്ഥനയാണ്. എല്ലാം ചെയ്യുന്നുണ്ട് സാർ. സാറ് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും 5 മണിക്ക് എണീറ്റ് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. എന്റെ ആഗ്രഹം അവരോടൊപ്പം എനിക്ക് കഴിയണം എന്ന് തന്നെയാണ്. സ്വന്തമായൊരു തൊഴിൽ എനിക്ക് എടുത്ത് അവരോടൊപ്പം കഴിയണം എന്നുള്ള ആഗ്രഹമുണ്ട് സർ. അതൊന്ന് നടക്കണം തന്നെയാണ് എന്റെ പ്രാർത്ഥന. സാറിന്റെ അനുഗ്രഹം എനിക്ക് വേണം. നടക്കണം എന്ന് പ്രാർത്ഥനയല്ല, നടന്നു എന്ന പ്രാർത്ഥന. ഓക്കെ സാർ, ഞാൻ അത് തിരുത്തി അത് പറയാനാണ് പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നും അതെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു പോലെ സാർ ഇന്ന് 7 മണിക്കാണ് എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ കയറണം, പൈസ റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് അത് എങ്ങനെയാണ് എന്റെ അക്കൗണ്ടിൽ എത്തിയതെന്ന് എനിക്കറിയില്ല. ഞാൻ 7 മണിക്കാണെന്ന് ഞാൻ പൈസ ഇട്ടത്. എനിക്ക് 2 പ്രാവശ്യം സാറിന്റെ ക്ലാസ്സിൽ കയറണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലും എനിക്കത് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് സർ. അത്രയ്ക്ക് ആഗ്രഹമാണ്. ബുക്ക് വാങ്ങിക്കണം സർ, അതിനുള്ള ഒരു ഇതെനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു മാഡത്തിനോട്, പൈസ റെഡി ആയിട്ടില്ല മാഡം, ഞാൻ എനിക്ക് ബുക്ക് വാങ്ങിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ റെഡി ആയിട്ടില്ല. എന്താ പറയാ, ഒരുപാട് ക്യാഷിന്റെ ഒരു പ്രശ്നം നല്ലപോലെ ഉണ്ട് സർ. അതുകൊണ്ടാണ് മണി ബ്ലോക്ക് നല്ലപോലെ ഉണ്ടെന്ന് എനിക്ക് അറിയാം. അതൊന്ന് റെഡിയാക്കണം എന്നുള്ള നല്ലൊരു ആഗ്രഹമുണ്ട്. സാറിന്റെ അനുഗ്രഹം വേണം എനിക്ക്. സുധ, ഒരു കാര്യം ചെയ്തോ? ഓക്കെ സർ. ബുക്കിന്റെ അഡ്രസ് ഒന്ന് അയച്ചു കൊടുത്തേ പ്രസീത. ഓക്കെ ഓക്കെ സർ. ബുക്ക് ഞാൻ അയച്ചുതരാം. ഭയങ്കരമായിട്ട് വിഷമമുണ്ട് സർ. എന്താ പറഞ്ഞു, കുടുംബത്തിലാണെങ്കിലും ഭയങ്കര ഒരു വിഷമത്തിനൊക്കെ പരിഹാരം കാണാനല്ലേ നമ്മളിത് തുറന്നു വെച്ചിരിക്കുന്നത്. അതെ സർ, അതെ. പക്ഷെ പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാന്നേ ഉള്ളൂ. അതെ അതെ സർ, അതിന് ഞാൻ ആവുന്നതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആൾക്കാർ കാണുമ്പോൾ പറയുന്നുണ്ട് നന്നായിട്ട്. സാറിന് ക്ലാസ്സിൽ കയറിയ ശേഷം എന്റെ മുഖത്തിനൊരു ഭയങ്കരമായിട്ട് നല്ലൊരു, എല്ലാരും പറയുന്നുണ്ട് എന്താ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു ഹാപ്പി ആണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ഹാപ്പിയൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ എല്ലാവരും പറയാൻ ആക്റ്റീവായിട്ട് തന്നെയാണ് ഞാനിപ്പോ ജോലി എടുക്കുന്നത്. 2 മക്കളെ നോക്കുകയാണ്. അവരുടെ കൂടെ അവരെ പോലെ തന്നെ ഞാൻ അവരുടെ കൂടെ കളിക്കുന്നു, ചിരിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് എവിടുന്നാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ അപ്പൊ മാഡവും സാറും ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ ആരോഗ്യം നോക്കണം കേട്ടോ. പക്ഷെ ഞാൻ അപ്പോഴും പറയും, ആരോഗ്യം ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കുന്നത് സാറേ, കുഴപ്പമില്ല. അവർക്ക് പേടി, ഞാൻ പിള്ളേരുടെ കൂടെ കളിക്കുമ്പോഴൊക്കെ ചെറിയ കുട്ടികളാവുകയാണ് ഞാനിപ്പോ അവരുടെ കൂടെ. സത്യം പറഞ്ഞത് സാറ് ക്ലാസ്സിൽ കയറുമ്പോ കിട്ടിയൊരു എന്താ പറയാ, മനസ്സിന്റെ ഒരു, എനിക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും ഞാൻ അപ്പൊ സാറിന്റെ മുഖം സാർ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറയാറുണ്ട്. അതെനിക്ക് എവിടെയും അറിയില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. രാവിലെ എഴുന്നേറ്റ അവരോട് കൂടെ ഞാൻ നന്നായിട്ട്, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എന്റെ മോന്റെ കൂടെ അവരുടെ കൂടെ എനിക്ക് കഴിയണം എന്നുള്ള നല്ലൊരു ആഗ്രഹം എനിക്കുണ്ട് സർ. അവരൊരു സ്ഥലത്ത് ഞാനൊരു സ്ഥലത്താണ്. അതാണ് ഏറ്റവും വലിയ
താങ്ക് യു സർ. താങ്ക് താങ്ക് യു. യു. താങ്ക് യു. അടുത്ത നമ്മുടെ എന്താണ് സുമ അല്ല ശാന്തി സംസാരിച്ചു. ശാന്തി രാജഗോപാൽ. നമസ്കാരം സർ. ഉം. ഞാൻ സാമ്പത്തികമായിട്ടും പിന്നെ ആരോഗ്യപരമായി കുടുംബപരമായി എല്ലാം തകർന്ന് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. രാത്രി ഉറക്കമില്ലാതെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, അത്രയും വിഷമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മോള്, സാറിനറിയാം, ബിന്ദു ഒരു മാർഗം നടത്തുന്നു എനിക്ക്. ഹിമാലയൻ സിദ്ധാശ്രമത്തിന്റെ കീഴിലുള്ള ഒരു യോഗ, ശിവകുണ്ടലിനി യോഗ, അതിൽ ചേരാൻ പറഞ്ഞു. അതിൽ ചേർന്ന് ഞാൻ ധ്യാനിക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക്. മാനസികമായിട്ട് പിന്നെ ഇങ്ങനെ ബാക്കിലോട്ടിനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് മോള് സാറിന്റെ ഒരു വീഡിയോ അയച്ചത് എനിക്ക്. പിന്നെ അത് ഞാൻ നോക്കിയപ്പോ ക്ലാസ്സിൽ കയറാൻ തുടങ്ങി. ആദ്യം എന്റെ ആരോഗ്യം, പിന്നെ എന്റെ കുടുംബം ഇത് രണ്ട് കാര്യം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സർ. അത് രണ്ടും എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ ആരോഗ്യം 10 വർഷമായി ഞാൻ നടക്കാൻ പറ്റാതെ ഉണ്ടായിരുന്നു, മുട്ടുവേദനയായിട്ട്. അത് ഫുള്ളായി മാറിയില്ല, എന്നാലും നന്നായി നടക്കുന്നത് ഞാനിപ്പോ. പിന്നെ എന്റെ കുടുംബം എന്നിലേക്ക് തിരിച്ചു വന്നു. പിന്നെ സാമ്പത്തികമായിട്ട് നല്ല ആരോഗ്യം വന്നതിന് ശേഷം എനിക്ക് കുട്ടികൾക്ക് ജോലി ഉണ്ടെന്നാലും സ്വന്തം ജോലി ചെയ്ത് സമ്പാദിക്കണം എന്നൊരാഗ്രഹമുണ്ട് സർ. വളരെ നന്ദി സർ. സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സുമ. സാറേ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. സാറേ, ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ 15 വർഷമായിട്ട് ഹോമിയോ മരുന്ന് കഴിക്കുന്ന ഒരാളായിരുന്നു. സാറിന് ആ മെഡിറ്റേഷന്റെ തലേ ദിവസം തൊട്ട് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചു, ഇനി ഞാനത് കഴിക്കില്ല. കാരണം എനിക്ക് കാലിന്റെ ഒരു ഭാഗം, ഇടത് സൈഡാണ് എനിക്ക് കയ്യിന് കരുപ്പ്, കാലിന് വേദന ഉണ്ടായിരുന്നത്. ആ മെഡിറ്റേഷൻ തലേ ദിവസം തൊട്ട് ഞാൻ ഫുള്ളായിട്ട് ആ മരുന്ന് നിർത്തി സർ. ഇപ്പൊ കയ്യിന്റെ വിരലുകൾക്ക് ഇച്ചിരി ഒരു തരിപ്പ് പോലെ ഉണ്ടെങ്കിലും, പക്ഷെ എനിക്കിപ്പോ അത് നോർമലായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിചാരം കൊണ്ട് ഞാനിപ്പോ ആ മരുന്ന് ഫുള്ളായും കംപ്ലീറ്റ് നിർത്തിയിരിക്കുകയാണ് സർ. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പം തോന്നുന്നില്ല, നന്നായിട്ട് ഇതാവുന്നുണ്ട്. ഓക്കെ സർ, അത് പറയാൻ മറന്നുകൊണ്ടാ. വെരി ഗുഡ്. ഉഷ. ഉഷ സംസാരിച്ചാണല്ലോ, പിന്നാരാ? സർ, സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാനല്ലേ പറഞ്ഞത്. ഞാൻ ലതിക. ഞാനൊരു ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തു. ബിസിനസ് ഒട്ട് നടന്നില്ല. ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാണ് ഞാൻ വിചാരിച്ചതെങ്കിലും കൊടുത്തയാൾ തിരിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ബ്ലോക്കേജ് വരുന്നത് കൊണ്ട് എനിക്കും ആ പണം കിട്ടുന്നില്ല. അതിനിപ്പോ എന്താ ചെയ്യാൻ എന്ന്. അയാൾ എന്നെ പറ്റിച്ചു പോയിട്ടൊന്നുമില്ല. വെരി ഗുഡ്, നല്ല മനുഷ്യൻ. അപ്പൊ അയാൾക്ക്, അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ എന്താ കൊടുക്കുക? നന്ദി പറയാറുണ്ട് ഞാൻ. യെസ്, പിന്നെ ഒന്നും ആലോചിക്കണ്ട, 100% നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. തരാൻ ആരെങ്കിലും കാശ് തരാനുണ്ടെങ്കിൽ നമ്മൾ അയാളോട് പറയുന്നത് എപ്പോഴും അയാൾ രാഗുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് മാറ്റിയിട്ട് നന്ദി പറയാൻ തുടങ്ങും. ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എനിക്ക് കാശ് നൽകാൻ സന്മനസ് കാണിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞാൽ. എന്നും രാവിലെയും വൈകുന്നേരവും അയാൾ വിളിക്കും. ബാങ്കിൽ പോയി ഇരുന്ന് ലോണിന് വേണ്ടി ശ്രമിക്കുമ്പോഴും ചിലപ്പോ മാനേജർ പറയുന്നതൊക്കെ എന്നെ കേൾപ്പിക്കും. ഞാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് തരാൻ പറ്റാഞ്ഞിട്ടാണ്. പക്ഷെ പൈസേന്റെ അളവ് കേട്ടാൽ കുറച്ചധികമാണ്. ഞാൻ എൻ്റെ കയ്യിലത് കൂടാണ്ട് കുറച്ച് കടം വാങ്ങിയും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ അത് അയാൾ എന്നെ പറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ദൈവത്തോടുള്ള നന്ദിയും. തിരിച്ചു നന്ദി പറയുക. ആളോട് നന്നായിട്ട് തന്നെ പെരുമാറി നല്ല രീതിയിൽ പറഞ്ഞ് അയാൾക്ക് നടക്കട്ടെ കേട്ടോ. സന്തോഷം. ഇന്ന് രാത്രിയത്തെ 20-20-20 മെഡിറ്റേഷനിൽ ഇനി പൈസ അടയ്ക്കാൻ പറ്റുമോ? പെട്ടെന്ന് അടച്ചോ. പ്രസീതയോട് അഡ്മിനോട് ചോദിച്ചോ? ചോദിക്കാം. അയച്ചാ നല്ലത്. സമയം കുറെ ലേറ്റ് ആയില്ലേ? 10 മണിക്ക് തുടങ്ങണ്ട, 1 മണിക്കൂർ. ജസീല പറഞ്ഞു. ജസീല അൺമ്യൂട്ട് ചെയ്തോ, ഇല്ലെങ്കിൽ ഒരാൾ വിളിക്കും. സുന്ദരി. ഹലോ സർ. പറഞ്ഞു.
സാർ ഞാൻ സാറിന്റെ ഇന്ന് 2 ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് സാറേ. ശുഭാപ്തി വിശ്വാസവും പിന്നെ മനസ്സൊരു വിസ്മയം എന്നുള്ള സാറേ. ഞാൻ ക്ലാസ് ഒക്കെ കേൾക്കാറുണ്ട്. ഞാൻ ഇനി സ്ഥിരമായിട്ട് കേൾക്കും സാറേ. താങ്ക് യു സോ മച്ച്. ഓ, പുതിയ ഇതുവരെ കേൾക്കാൻ തുടങ്ങിയില്ലല്ലേ? ഇല്ല സാർ, ഞാൻ ഈ കുറച്ചായിട്ട് ഇപ്പൊ ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് സാറേ. ഇനി ക്ലാസ് കേൾക്കും സാറേ. തീർച്ചയായും. താങ്ക് യു. വെൽക്കം. വെൽക്കം. സുന്ദരി, പറയൂ. അൺമ്യൂട്ട് സമയം എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് വെച്ചിരുന്ന പറഞ്ഞോളൂ നിങ്ങൾ ആരെങ്കിലും ഒക്കെ. റൽജ. ഹലോ പറ. സാർ, ഞാൻ കുറച്ച് വിഷമത്തിലായില്ല ഇപ്പൊ. സാറിന്റെ ക്ലാസ് കാണാൻ കഴിയാതെ എന്റെ ഭയങ്കര വിഷമത്തിലാണ്. ഞാൻ 3 മാസമായിട്ട് സാറിന്റെ ക്ലാസ് കാണാൻ പറ്റുന്നില്ല. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഞാൻ ഹോസ്പിറ്റലിൽ അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു. അമ്മക്ക് എന്താന്ന് അസുഖം എന്നും ഒരു പിടികിട്ടാത്ത പോലെയാണ്. മംഗലാപുരത്തുനിന്ന് വയറിങ്ങനെ വണ്ണം വെച്ച് വന്നിട്ടാന്ന് കാണിച്ചേ. അപ്പൊ അവര് പറഞ്ഞേ വയറ്റിൽ TB എന്ന് പറഞ്ഞിട്ടാണ് കൺഫേം ചെയ്തത്. TBന്റെ ടാബ്ലറ്റ് കുടിക്കാൻ തുടങ്ങിയപ്പോ ജോണ്ടിസം വന്ന്. അപ്പോ പിന്നെ ഇവിടെ ഞാനിവിടെ കണ്ണൂരാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ഒരു 10-20 ദിവസത്തോളം ഞാൻ അവിടെ ആയിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഫുൾ മാസം. അപ്പൊ അവർക്കും അവിടെ നിന്നൊരു കൺഫേം ആകാൻ പറ്റുന്നില്ല. അപ്പൊ അവര് ഫ്ലൂയിഡ് അടുത്തൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ ജോണ്ടിസ് വയറ്റിൽ TB ഇല്ലാന്ന് കൺഫേം ആക്കി. അപ്പൊ TBന്റെ ടാബ്ലറ്റ് അപ്പൊ തന്നെ നിർത്തിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തം വന്ന ഉടനെ നിർത്തിനി. എന്നിട്ട് അവര് പെറ്റ് സ്കാൻ ചെയ്തപ്പോഴും ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റിയിട്ടില്ല. ട്യൂബർകുലോസിസ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ ആണോ എന്ന് 2 ഡൗട്ടാ ഉള്ളേ. അപ്പൊ ബയോപ്സി ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ട് കിട്ടുമെന്നാണ്. ഈ ശനിയാഴ്ചയോട് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. പക്ഷേ ഒന്നും ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് സാറിന്റെ എല്ലാം ഫോളോ ചെയ്തിട്ട് യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ, അത് കാണാമല്ലോ. അതൊന്നും എനിക്ക് കാണാൻ സാധിക്കും. അമ്മ ഇപ്പം ബെഡിൽ തന്നെയാണ്, എല്ലാം ബെഡിൽ തന്നെയാണ്. അപ്പൊ എനിക്ക് അമ്മേന്റെ ഇപ്പൊ ഇവര് ഭയങ്കര കുടലും നല്ല വണ്ണം ഉണ്ട്. അപ്പൊ നീര് പോകേണ്ടതുകൊണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. അധികം യൂറിൻ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഡയപ്പർ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ എടുക്കേണ്ടി വന്നു. ബെഡിൽ തന്നെയാണ്, നമ്മ എണീക്കാൻ പറ്റുന്നില്ല. 3 മാസമായി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താന്ന് ഇനി ഒരു കൺക്ലൂഷനിൽ വന്നിട്ടില്ല. ടാബ്ലറ്റ് ഇപ്പം തീരും. വേറെ ഒരു ടാബ്ലറ്റും ഇല്ല. ഈ നീര് പോകേണ്ട മരുന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ബയോപ്സിന്റെ റിസൾട്ട് അറിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറ്റും. അതുകൊണ്ട് ഞാൻ ആ ഒരു കൺഫ്യൂഷനിലാണ്. സാറിന്റെ ക്ലാസ് രാവിലെ നോക്കാൻ പറ്റുന്നില്ല, യൂട്യൂബ് നോക്കാൻ പറ്റുന്നില്ല. രാത്രി ഇന്ന് കുറച്ച് ഞാനൊക്കെ പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എല്ലാം മറന്നുപോയി എനക്ക്. സാറിന്റെ ഞാൻ എല്ലാം ഫോളോ ചെയ്ത് പോന്നെയായിരുന്നു. ഇപ്പൊ എല്ലാരൊക്കെ ശരിക്കും എന്നെ മറന്ന. എന്റെ മനസ്സിലെല്ലാം വിട്ടുപോയി. പിന്നെ ഞാൻ ഒറ്റ മോളാന്ന്, ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാത്തിനും പോകാനും വരാനെല്ലാം. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് കാണാത്തതിനും ഇതാക്കണ്ട. അതൊക്കെ നമുക്ക് വീണ്ടും സമയമുണ്ട്. ബയോപ്സിയിലൊന്നും യാതൊരു തര ഇതും വരില്ല. നോർമലി അത് കുടലിലുള്ള ഒരു നോർമൽ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കൂടുതൽ വിഷയങ്ങളൊന്നുമില്ല. നീരിറക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ബയോപ്സിയിലൊന്നും കാണുന്നില്ല കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. ഉണ്ടാവില്ല. താങ്ക് യു. സുമ പറഞ്ഞോ. സുമ, അറിയാണ്ടതുകൊണ്ട് പിന്നെ അവിടെ പോണേ. ഓക്കെ, അടുത്താരോ പറഞ്ഞോ സുധ. സുഖാണ്. ഇന്നലെ എനിക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു സംഗീത കച്ചേരി നടത്തണം എന്നുള്ള. ഞാൻ പഠനം തുടങ്ങിയിട്ട് 2-3 വർഷമായി. 2 വർഷം കഴിഞ്ഞു. അപ്പൊ എന്റെ ആക്സിഡന്റ് ഒക്കെ വെച്ച് കാലുകൊണ്ടൊന്നും വയ്യാത്തോണ്ട് ശരിക്കിരിക്കാനൊന്നും പറ്റാതെ കൂടി ഞാന് സംഗീത കച്ചേരി ഇന്നലെ നടന്നു. ഈശ്വരാധീനം കൈജപ്പൻ സാറൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മെഡലൊക്കെ വാങ്ങി. അദ്ദേഹത്തിന് പുസ്തകം കൊടുത്തു. എന്റെ 2 പുസ്തകങ്ങളും കൊടുത്തു. അങ്ങനെ നല്ല ഹാപ്പിയുള്ള ദിവസമായിരുന്നു. സുധാ പാടഞ്ചേരി പറയുന്നത് നിങ്ങളൊരു ക്ലാസിക്കൽ സംഗീതജ്ഞ എന്നാണോ ഈ പറയുന്നത്? സംഗീതജ്ഞനല്ല, ഞാൻ പഠിച്ചു. അപ്പൊ ഇന്നലെ സംഗീത കച്ചേരി നടത്താനുണ്ട്, ഭാഗ്യം ഉണ്ടായി. കച്ചേരി നടത്തുന്നതൊക്കെ പാട്ടുകാരല്ലേ? വെറുതെ എനിക്കൊക്കെ പോയിട്ട് കച്ചേരി നടത്താൻ പറ്റുമോ? ഞാനൊക്കെ എത്ര കാലമായിട്ട് വിചാരിക്കുന്ന ഒരു കച്ചേരി നടത്തണം. പക്ഷെ ഞാൻ കച്ചേരി നടത്താൻ ഞാൻ ആൾക്കാരെ അടക്ക കൊണ്ട് എറിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കച്ചേരി നടത്താറ്.
സുഖം ലളിതഗാനം ചൊല്ലി. എവിടെയാ കച്ചേരി നടത്തിയത്? ഇത് മഞ്ചേരിയിലെ സിറ്റി പോയിന്റ് ഓഡിറ്റോറിയത്തിലായിരുന്നു. കഴിഞ്ഞ പ്രസാദിന് ലിസ്റ്റ് കയറാൻ സുഖമില്ലാത്തല്ലേ, അപ്പൊ അദ്ദേഹത്തിന് അത് ഒരു ഓഡിറ്റോറിയം വേറെ ഉണ്ടായിരുന്നു, നിശ്ചയിച്ചിരുന്നു. അപ്പൊ അത് പിന്നെ ലിസ്റ്റുള്ള ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിട്ട് വലിയ പരിപാടിയായിരുന്നു. ഇന്നലെ 1 മണിയായിട്ട് പരിപാടി കഴിഞ്ഞപ്പോ. അപ്പൊ ഇന്നലെ സാറിന്റെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് എന്റെ അമ്മേനെ ഡോക്ടറെ കാണിക്കാണ്ടായിരുന്നു. ഇപ്പൊ 7:30 എപ്പോഴാണ് എത്തിയത്. അപ്പൊ ഉടനെ കേറാൻ പറ്റി. നല്ല കാര്യം. സാറ് അനുഗ്രഹം അപ്പൊ ഉണ്ടാവണം. അടുത്ത കച്ചേരി ഹാപ്പിനെസ് മാസ്റ്ററിലായിക്കോട്ടെ കേട്ടോ, റെഡി ആയിരുന്നോ? നമുക്ക് നാളെ മറ്റൊരു ഒരു കച്ചേരി നടത്തി കളയാം. കച്ചേരി അങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല സാർ. എന്താ, പക്കമേളക്കാര് വേണം? പക്കമേളക്കാര് ഇവിടെ ഉണ്ട്, വേണ? ഓക്കെ, നല്ല കാര്യം. കുറെ കൂടി പഠിക്കാനുണ്ട്. ഞാനൊരു ശിശു മാത്രം. അപ്പൊ സംഗീതം ഒന്നും ആർക്കും ആവില്ല. ഓക്കെ, ശരി, സന്തോഷം. പ്രമീള പറഞ്ഞു. ഓക്കെ, നിങ്ങൾ മാത്രം പറഞ്ഞു, ഞാൻ കുറച്ച് പറയണ്ടല്ലേ? ഇന്നലത്തെ ക്ലാസ് കേട്ടപ്പോ നെഗറ്റീവ് എന്നുള്ള അത് എന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഞാൻ ഇന്നലെയാണ് സാർ. പറയുന്നതില് നമ്മളിങ്ങനെ സംസാരിച്ച് പോകും, പലരിടത്തും സംസാരിക്കുന്ന അതില് പലരിടത്തും പറഞ്ഞാൽ വീട്ടിലുള്ളവരടുത്ത് തന്നെ സംസാരിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നുള്ളത് ഇന്നലെ സംസാരിക്കുമ്പോ സാറിന്റെ ക്ലാസ് കേട്ട ശേഷം എനിക്ക് മനസ്സിലായത് സാർ. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല എനിക്ക്. ഞാൻ പറയുന്ന നെഗറ്റീവ് മാറ്റണം എനിക്ക്. അതുകൊണ്ട് ഞാൻ പ്രസിദ്ധ മാമിന്റെ അടുത്ത് പറഞ്ഞു, അത് എങ്ങനെ അഫർമേഷൻ എങ്ങനെ പറയേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ സാർ. ഒന്നും ഇതിൽ ക്ലാസ്സിൽ ഇപ്പൊ കേറിയിട്ടേ ഉള്ളൂ, യൂട്യൂബ് കാണുന്നുണ്ട്. അത് ചെയ്യുന്നതില് വലിയ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാം ഉണ്ട്, എനിക്കുണ്ട് എന്ന് മാത്രം പറയണം എന്നുള്ളത് ഞാൻ ഇന്നലെ പഠിച്ചു. പിന്നെ മറ്റുള്ളവരുടെ ഇപ്പൊ പുതിയ ക്ലാസ്സിൽ ചേർന്നോളൂ. ജേണി ടു ഹാപ്പിനെസ് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിത വിജയ രഹസ്യം അതിൽ ഇതൊക്കെ കടന്നു പോകും. അപ്പൊ എനിക്ക് ക്ലാസ്സിൽ കയറണം സർ. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ ഇപ്പം എന്റെ ഹസ്ബൻഡ് അഡ്രസ് എത്തിയിട്ടില്ല സാർ, എന്റെ കയ്യിൽ കിട്ടിയില്ല. അയച്ചിട്ടില്ല തോന്നുന്നു, നാളെ അയക്കുന്നത്. അഡ്രസ് കൊടുത്തു. അയച്ചിട്ടുണ്ട് സാറേ, അയച്ചിട്ടുണ്ട്. അപ്പോഴ് ഇപ്പൊ എനിക്ക് പിന്നെ എന്റെ ഹസ്ബൻഡ് പിന്നെ ഉള്ള അമ്പലത്തിൽ അവരും എല്ലാ ജോലി ഓടി നടന്ന് ചെയ്യുന്നതാണ്. അവിടെ ഇപ്പൊ 4 ദിവസവും ഉത്സവമുണ്ട്. ഉത്സവമുള്ള സമയത്ത് എന്നെ അവിടെ സഹായിക്കാൻ വിളിച്ചായിരുന്നു സാർ. അപ്പം പിന്നെ അവര് അങ്ങനെ എന്നെ എവിടെയും പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു അതിലല്ലാത്തത് കാരണം ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് എവിടെയും പോയിട്ടില്ല. പക്ഷെ ഇതിന് സമ്മതിച്ചു സാർ അവര്, നീയും പോന്നോന്ന് സമ്മതിച്ചു. അപ്പൊ നാളെന്ന് അപ്പൊ സാരടുത്ത് പറഞ്ഞിട്ടേ ഞാൻ വരുവുള്ളൂ എന്ന് മനസ്സിൽ കരുതി. അപ്പം നാളെന്ന് അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട്, ഉത്സവം കഴിയുന്നവരെ ആള് വേണം. ഇപ്പൊ വിളക്ക് തേച്ച് കഴുകാനോ അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഇതിൽ കയറി. ഞാനിത് 9ാമത്തെ ദിവസത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു മഹാഭാഗ്യം കിട്ടി. ഇതുവരെ ഞാൻ പുറത്തെവിടെയും പോവാത്ത ഇതില് എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ചേട്ടൻ എന്നെ നല്ല നോക്കും, എന്റെ ഹസ്ബൻഡ് നല്ലെന്ന് നോക്കും, എല്ലാം ചെയ്യും. പക്ഷെ പുറത്ത് കൊണ്ടുപോകുന്നത് അവർക്ക് ഒരിത്തിരി എന്തോ അറിയില്ല. ഇതുവരെ പുറത്തങ്ങനെ കൊണ്ടുപോയില്ല. ഇപ്പൊ അമ്പലത്തിലേക്ക് വന്നിട്ട് നീ രാവിലെ നിന്ന് വൈകുന്നേരം വരെ 4 ദിവസം അവിടെ വന്നിട്ട് നീ ചെയ്യണം, എന്റെ കൂടെ പോകുന്നോ രാവിലെ, പിന്നെ ഞാൻ വരുമ്പോ വന്നാൽ മതി എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമായി സാർ. അപ്പോഴേ ഞാൻ സാറിന് ഒരുപാട് നന്ദി പറഞ്ഞു. ഈ ഒരു കാരണത്തിന് മാത്രമേ എനിക്കത് കിട്ടിയത്. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ അതേമാതിരി എനിക്ക് അഫർമേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷന് അത് ഞാൻ സാറ് പറഞ്ഞ പിന്നെ ഞാൻ ഇരുന്നത് സാർ. ഇതുവരെ ഞാൻ മെഡിറ്റേഷൻ ചെയ്തിട്ടില്ല. അപ്പൊ സാറ് പറഞ്ഞ പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ എനിക്കറിയില്ല. സാറ് മിനിങ്ങാന്ന് പറഞ്ഞില്ല, ശ്വാസം എടുക്കണം വിടണം,
എന്നുള്ളത് മാത്രം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ സാറ് മിനിങ്ങാന്ന് പറഞ്ഞ അതേമാതിരി എനിക്കായത്. ചിന്തകൾ വേറെ പോവും. പിന്നെയും അയ്യോ സാറിങ്ങനെ പറഞ്ഞല്ലേ, പിന്നെയും ശ്വാസത്തിലേക്ക് വരും. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇരുന്ന് നോക്കി സാർ അത് എനിക്ക് കിട്ടണം, അതെനിക്കിനി ആയി കിട്ടണം. അതിന് ഞാൻ ഒരുപാട് ശ്രമിക്കും. പിന്നെ സാറിന്റെ അനുഗ്രഹം എപ്പോഴും എനിക്ക് വേണം സാർ, എനിക്കും എന്റെ കുടുംബത്തിനും വേണം. പിന്നെ എനിക്ക് ഒരുപാട് സാരടുത്ത് സംസാരിക്കാനുണ്ട്, പിന്നെ അതിപ്പോ ഇല്ല, അത് ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കും. ഇപ്പൊ ഞാൻ രാധിക മാമിന്റെ അടുത്ത് അതേ പറഞ്ഞു, ഞാൻ നെഗറ്റീവ് ഒന്നും പറയൂല, പോസിറ്റീവ് മാത്രമേ പറയുള്ളൂ. പിന്നെ എന്നാ എനിക്ക് സാറിനെ ഒന്ന് കാണണമായിരുന്നു എന്ന് ഞാൻ ഫസ്റ്റ് മെസ്സേജ് ഇട്ടത് അതായിരുന്നു. ശരി, താങ്ക് യു സർ, താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സർ, അത് മോൾക്ക് എക്സാം ആണ് അടുത്ത. ഇല്ല, വന്നിട്ടില്ല. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ അവർക്ക് ഫീസ് അടച്ചിട്ടില്ലായിരുന്നു ഈ വർഷത്തെ. എനിക്ക് ലോണ് പാസ്സായി കിട്ടിയില്ല. ലോൺ വെച്ചിട്ട് പഠിപ്പിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഫീസ് അടച്ചു, ഈ വർഷം ഫീസ് ഞാൻ അടച്ചിട്ടില്ലായിരുന്നു. അപ്പൊ 1,00,000 രൂപ അടച്ചാലേ എക്സാം എഴുതാൻ പറ്റും. അങ്ങനെ ഞാൻ ആകെ ടെൻഷനായി, എന്താ ചെയ്യണ്ടേ. എന്തായാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് ഏതെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാന് എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു, മോളുടെ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മോളുടെ ഫീസ് അടച്ചിട്ടില്ല, അങ്ങനെ എക്സാം ആയി, എക്സാം എഴുതണമെങ്കിൽ ഫീസ് അടയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അന്നേരം പുള്ളിക്കാരി ഒന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഞാൻ ഗോൾഡ് തരാം, ചേച്ചി കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഇത് ചെയ്തിട്ട് ഫീസ് അടച്ചോളാം. അങ്ങനെ എനിക്ക് ഗോൾഡ് കൊണ്ടുവച്ച് ഞാൻ 60,000 രൂപ എടുത്തു. അപ്പൊ തന്നെ ഹസ്ബൻഡ് ഒരു 10,000 രൂപ 20,000 രൂപ ഞാൻ അടച്ചു, എക്സാം എഴുതാനുള്ള ഇതാക്കി. അതെനിക്ക് ഭയങ്കര, എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു എന്താണ് സാറിന്റെ ആ ഒരു സിസ്റ്റത്തില് ആയത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നത്. അങ്ങനെ ഇതിനു മുമ്പ് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറെ നാളായിട്ട് ഒരു ഇതില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് വീണ്ടും ആ ഒരു വിശ്വാസം, നമുക്ക് ആ ഒരു സമയത്തെല്ലാം നടക്കും എന്നുള്ളൊരു വിശ്വാസം, അതുപോലെ തന്നെ സംഭവിച്ചു. ഇപ്പൊ ഒത്തിരി നന്ദിയുണ്ട്. നല്ല കാര്യം. നമുക്ക് നല്ല മാർക്കോടുകൂടി പെട്ടെന്ന് നല്ല കാര്യം, സന്തോഷം. ഓക്കെ, എല്ലാവർക്കും നല്ല മാർക്കുണ്ട്. എന്തെങ്കിലും പറഞ്ഞോളൂ. കഴിഞ്ഞോ? അല്ല, ഫിലോമിന പറഞ്ഞു കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ലാസ്റ്റ് എന്തോ പറഞ്ഞ വാക്ക്? മോൾക്ക് നല്ല മാറ്റമുണ്ട്. അവളിപ്പോ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുമ്പോ പെട്ടെന്നുള്ള സാറിനെ വെക്കുന്ന എന്തെങ്കിലും അറിയാതെ വരുവാനും എന്തെങ്കിലും നെഗറ്റീവായിട്ട് വരുമ്പോ പെട്ടെന്ന് സാറിന് ഓർമ്മ വരും. അപ്പൊ പിന്നെ വേഗം തിരിച്ചെന്ന് പറയലോ. കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. അവളോട് നാളെ ഒന്നൊരു മെസ്സേജ് അയച്ചോ കേട്ടോ. ബുക്ക് മനസ്സൊരു വിസ്മയം ബുക്ക് കിട്ടുമല്ലോ. ചോദിച്ചു ആർക്കാ വേണ്ടി വെച്ചാല് പറഞ്ഞാൽ മതി. സുധാകുമാരി അമ്മയ്ക്ക് പൈസയില്ല. ഏത് കോഴ്സാ ചെയ്യേണ്ടത്? ഇപ്പോ വരാനിരിക്കുന്ന കോഴ്സാണോ? അപ്പോഴേക്കും പൈസ വന്നാൽ പോരെ? 10-ാം തീയതി ആകുമ്പോഴേ പുതിയ കോഴ്സ് തുടങ്ങുള്ളൂ സുധാകുമാരി. അപ്പോഴേക്കും പൈസ വരും. ഇപ്പോൾ ഉള്ള പൈസ ഒന്നും നോക്കണ്ട. കാശ് വന്നുകൊണ്ടിരിക്കുന്നു. സംസാരിക്കട്ടെ, ഒരു സെക്കൻഡ് മാം. സുധാകുമാരി അമ്മ, ഒരു കാര്യം ചെയ്യൂ. ഇന്നത്തെ 2020 മെഡിറ്റേഷൻ ഇതാ, ഞാൻ നിങ്ങൾക്ക് 2020 മെഡിറ്റേഷൻ റെഡി ആയിക്കോട്ടോ. കാശ് വന്നില്ല എന്നുള്ളത് വേണ്ട. എന്റെ എല്ലാ കോഴ്സിലുള്ള ആളല്ലേ, നിങ്ങൾക്ക് കാശ് ഇതാ വരുത്തുന്നുണ്ട് കേട്ടോ. 2020 റെഡി ആയിക്കോട്ടോ. കാശ് ഇല്ല എന്ന് പറഞ്ഞത് എനിക്ക് അത്ര ശരിയായില്ല. നിങ്ങൾക്ക് നാളെത്തേക്ക് എന്റെ കാശ് വരാനുള്ള വഴി ഉണ്ടാക്കി തരും. ഞാനും സംസാരിച്ചോട്ടെ. സംസാരിച്ചോളൂ. ഞാന് സാറിന്റെ ക്ലാസ്സിൽ വരാൻ തുടങ്ങിയിട്ട് ഇപ്പം 4-5 മാസമായി. എനിക്ക് ഒരുപാട്, സാറിന് അറിയാമല്ലോ എന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, എല്ലാ കാര്യങ്ങളും സാറിന് അറിയാവുന്നതല്ലേ. അപ്പൊ അതിനുശേഷം എനിക്ക് ഒരുപാട് നല്ലതും ഉണ്ടായി, എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അതിനെയൊക്കെ തരണം ചെയ്ത് ഞാനിപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് സാറിന്റെ ഒരു പ്രാർത്ഥനയുടെയും സാറിന്റെ ക്ലാസിന്റെയും ആ ഒരു നല്ല
എന്റെ ആ അനുഭവം കൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായത്. ഞാൻ എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കഴിഞ്ഞിട്ട്, എന്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞുകൂടാ, എപ്പോഴും അത് വന്നുപോയി നാവില്. എന്റെ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് ഞാൻ എല്ലാം പറയാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. എന്റെ മക്കളുടെ ആറ്റിറ്റ്യൂഡൊക്കെ കുറെ മാറിയിട്ടുണ്ട്. എനിക്ക് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു. എനിക്കിപ്പോ കരച്ചിലൊന്നും വരില്ല, അങ്ങനെ കരയാനായിട്ട് ഇരിക്കാറില്ല, അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാറില്ല. ഒത്തിരി പോസിറ്റീവായിട്ട് എനിക്ക്. പിന്നെ ഞാൻ ഒത്തിരി ജോലികളൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്, നല്ലപോലെ കൃഷി ചെയ്യുന്നുണ്ട്, തയ്ക്കുന്നുണ്ട്, പിന്നെ ഗാർഡനിങ് ഉണ്ട്. അതിലെല്ലാം എൻഗേജ് ആകുമ്പോൾ എനിക്ക് ഇതിനൊന്നും ചിന്തിക്കാനും ഒന്നുള്ള അവസരം ഇല്ല വേറെ ഒന്നിനും. അപ്പൊ അങ്ങനെ എപ്പോഴും എൻഗേജ്ഡ് ആവുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ അഫർമേഷനൊക്കെ പഠിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ദൈവത്തിന്റെ അടുത്ത് തന്നെ എല്ലാം പറയാം. അത്രേ ഉള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് ഇതുവരെ ഉള്ളത്. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാവാനുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലും അറിയിടല്ല ഇപ്പം. അത് ശരിയാവുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വെരി ഗുഡ്. മറ്റൊരു നിങ്ങൾക്ക് ഉറപ്പാണല്ലോ, നമ്മൾ പറയേണ്ട ആവശ്യം. നിങ്ങൾ ഓൾറെഡി വന്നപ്പോഴേ വലിയ മറ്റൊരു വരാനിരിക്കുന്ന വലിയ കാര്യത്തെ പറ്റിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. അത് സംഭവിക്കും, യാതൊരു തരത്തിലും സംഭവിക്കും. താങ്ക് യു സാർ. സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. സുമ അൺമ്യൂട്ട് ചെയ്തോ. സുമ സംസാരിക്കുക. 2 ദിവസമായാലും 3 ദിവസമായാലും സംസാരിക്കുന്നത് എന്താ? സുമ സംസാരിച്ചോ. അറിയില്ല വെച്ചാൽ അവിടെ ഒരു മൈക്കിന്റെ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, എന്നിട്ട് പറഞ്ഞാൽ മതി. എല്ലാവരും ടൈപ്പിംഗ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് കാണാൻ പറ്റുന്നില്ല. സാർ, മലപ്പുറമുള്ള രാജി ചേച്ചി എന്നെ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഒരു അനിയത്തിയായി കാണുന്നു എന്ന്. സന്തോഷം തോന്നി. നല്ല വെരി ഗുഡ് ഉഷ. എന്താണ് സുമ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് അവിടുന്ന്? സാറേ ഹലോ. സംസാരിച്ചപ്പോ മെഡിറ്റേഷൻ ചെയ്യാൻ ബീന മെഡിറ്റേഷൻ രാധികനെ ഒന്ന് വിളിച്ചോളൂ. നാളെ മെഡിറ്റേഷൻ നാളെ ഉള്ളൂ. ഇന്നത്തെ മെഡിറ്റേഷൻ അല്ലേ ബീനോട് പറഞ്ഞു? 2020 ചെയ്യാനല്ലേ പറഞ്ഞു ഞാൻ നേരത്തെ? ബീന അല്ലേ? ബീനോട് 2020 അല്ല, ബീനോട് 2020 അല്ല. ബീനോട് പറഞ്ഞത് നാളെ മറ്റന്നാൾ മുതൽ ഒരു മന്ത്ലി ഡെയിലി മെഡിറ്റേഷൻ പറഞ്ഞു രാവിലെ. ബീന ലാസ്റ്റ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ വീട്ടിൽ നാളെ മുതൽ തുടങ്ങി. 2020 പറഞ്ഞിട്ടുണ്ട്. ബീനയോടോ? 2020 ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇൻവൈറ്റ് ലിങ്ക് അയച്ചിട്ടുണ്ട്. അവര് ജോയിൻ ആയിട്ടില്ല. ഓക്കെ. 2020 ലിങ്ക് അയച്ചിട്ടുണ്ട്. അവര് ജോയിൻ ആയിട്ടില്ല. ബീന ഒന്ന് ശ്രദ്ധിച്ചോ. ലിങ്ക് അയച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്തോ. ഓക്കെ. സംസാരിക്കാനുള്ളവർ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാമെന്ന്. ഞാൻ നിങ്ങളെല്ലാവരും കേൾക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പറഞ്ഞു ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരും ഇപ്പോ ഇവിടെ വന്ന് ചില പ്രാക്ടീസുകൾ നേരത്തെ പറഞ്ഞില്ല, ചില കാര്യങ്ങൾ ചില തിരിച്ചറിവുകൾ നമ്മൾ നടത്തുമ്പോൾ, നമുക്ക് അറിവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ചില തിരിച്ചറിവുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ശാരീരികമായും മാനസികമായും മാറ്റം നിങ്ങൾക്ക് വന്നു. ഒരു ടാബ്ലറ്റ്സ് ഒന്നും എടുത്തിട്ട് ആരും കഴിച്ചിട്ടില്ല. ഉള്ള ടാബ്ലറ്റ്സുകൾ ഒഴിവാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ശരീരത്തിന്റെ സുഖം, മനസ്സിന്റെ സ്വസ്ഥത സംഭവിച്ചു. എങ്ങനെയായിരിക്കും? എന്താണ് ഇതിനകത്ത് നടക്കുക? ഇതെപ്പോഴും മനസ്സിലാക്കി വെക്കണം, ശ്രദ്ധിക്കണം. ഞാനിവിടെ വന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ, ഇതുപോലെ നല്ല അറിവുള്ള, വിജ്ഞാനമുള്ള നല്ല ആചാര്യന്മാർ, വലിയ ഗുരുക്കന്മാർ പറയുന്നതിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി ഞാൻ എന്നിലെടുത്ത കാര്യങ്ങൾ മാത്രമേ ഞാനും പറയുന്നുള്ളൂ. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പുതിയതായിട്ടൊരു ഘടകത്തിലേക്ക് പുതിയൊരു സംഭവം ഒന്നും കൊണ്ടുവരാനൊന്നും ഞാൻ ആരുമല്ല. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഈ ലക്ഷോപലക്ഷം ആൾക്കാർക്കും, യൂട്യൂബ് വീഡിയോ കാണുന്ന ലക്ഷോപലക്ഷം ആൾക്കാർക്കും വീട്ടിൽ തന്നെ നിരന്തരം അവര് മുഴുവൻ സമയം ഇന്ന് കുറെ കമന്റുകൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ പറയുന്നുണ്ടാവും TV ഒക്കെ വീട്ടിൽ മറന്നുപോയ കാലമായി, TV ഓൺ ചെയ്യാറ് പോലും ഇല്ല എന്നുള്ള അവസ്ഥയിൽ. പിന്നെ കുറെ പേര് പറഞ്ഞിരുന്നു, നമുക്ക് ഈ യൂട്യൂബിന്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാല് എത്ര പേര് TV-യിൽ വീഡിയോ കാണുന്നുണ്ട്, എത്ര പേര് മൊബൈലിൽ കാണുന്നുണ്ട്, എത്ര പേര് കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിൽ നോക്കിയപ്പോ
നമ്മുടെ വീഡിയോ ഡെയിലി ഈ വീഡിയോ 17% ആൾക്കാർ കാണുന്നത് സ്മാർട്ട് ടി വിയിലാണ്. അവർ വീട്ടിലെ സ്മാർട്ട് ടി വിയിലാണ് 17% ആൾക്കാർ കാണുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് മൊബൈലിലാണ്, പിന്നെ കുറച്ച് ഡെസ്ക്ടോപ്പ് ഡെസ്ക്ടോപ്പിൽ കാണുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. 17% സ്മാർട്ട് ടി വിയിൽ കാണുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതിന്റെ കമന്റിൽ പോയി നോക്കിപ്പോ രാവിലെ ഓൺ ചെയ്ത് വെക്കും, വൈകിട്ട് വരെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോ എന്തുകൊണ്ടായിരിക്കും അതിങ്ങനെ പറഞ്ഞത് കേട്ട് വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതിനെ ഇന്ന് ചിന്തിച്ചു നോക്കണം. നമുക്ക് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും എവിടെയാണ് ശ്രദ്ധിക്കുക എന്ന് നോക്കണം. നമ്മുടെ ശ്രദ്ധ എവിടെയാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോ ഒരു കവലയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കൂട്ടമുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ അപ്പുറത്ത് കുറച്ച് മാറി ഒരു ചെറിയ റെസ്റ്റോറന്റിൽ സംഗീതം അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ നല്ലൊരു ഭക്തിഗാനം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൾക്കൂട്ടത്തിലുള്ള കലപിലയെ ശ്രദ്ധിക്കുമോ, ഈ റെസ്റ്റോറന്റ് അല്ലെ ഹോട്ടലിൽ വെക്കുന്ന സംഗീതത്തെ ശ്രദ്ധിക്കുമോ എന്നതാണ് ഒരാളെ തിരിച്ചറിയാൻ എളുപ്പമുള്ള മാർഗം. ഏതിലായിരിക്കും നമ്മൾ അധികം ശ്രദ്ധിക്കുക? നെഗറ്റിവിറ്റിയും അല്ലെങ്കിൽ ജീവിതത്തെ പറ്റി വലിയ കാഴ്ചപ്പാട് ഒന്നുമില്ലാത്തവൻ ഈ ആൾക്കൂട്ടത്തിലേക്ക് ശ്രദ്ധിക്കുകയും മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ജീവൻ ഈ സംഗീതത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് എടുത്തു നോക്കാം. ഇതിൽ ഏതാണ് നമ്മൾ ഏതിൽ പെടുന്നു എന്നൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾക്ക് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സിലും ജേർണി ടു ഹാപ്പിനെസ്സിൽ പുസ്തകത്തിലും ഒക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മനുഷ്യന്റെയും പുസ്തകത്തിൽ പറയുന്നതല്ല, പുസ്തകത്തിൽ ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ ലോകം ചലിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ മനുഷ്യന്റെയും അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത് സമാധാനം പൂർവമായ സന്തോഷ ജീവിതം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ജീവിതം എന്നതിനാണ് ഏറ്റവും വലിയ ഉത്തരം കിട്ടാത്ത ചോദ്യം. എന്താണ് ഈ ജീവിതം? എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എന്തായിരിക്കണം എന്റെ ജീവിതത്തിൽ? അപ്പോൾ ജീവിതത്തെ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ജേർണി ടു ഹാപ്പിനെസിന്റെ ചർച്ചയിൽ വന്നതാണ് എന്താണ് ജീവിതം. ഇത് തേടിയെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു സംഭവമായിട്ട് ആരും കരുതണ്ട. അങ്ങനെ തേടി എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് സായുജ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തുക. അത് തേടി എത്തണമെങ്കിൽ ചില കടമ്പകൾ നമുക്ക് കടക്കണം. അതിന് ഒന്നാമത്തെ കടമ്പയാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ, ഇതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. പ്രശ്നം ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ എവിടെ, എങ്ങനെ, എപ്പോൾ, എവിടെ, എങ്ങനെ സംസാരിക്കണം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് സംഭവിക്കുന്ന എന്താണെന്നറിയോ? അവിടെ എത്തുമ്പോൾ അതിനനുസരിച്ചത് കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കൂ എന്നുള്ളതാണ്. നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു എക്സാം എഴുതാൻ പോവുകയാണ്, ഉദ്ദേശം എക്സാമിൽ പാസ്സാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ എക്സാമിന്റെ പോകുന്നത് വരെ നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കും. അവിടെ എത്തുന്നത് വരെ നിങ്ങൾ എക്സാം പഠിക്കാനുള്ളതിനെ ചിന്തിക്കും, പഠിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകുമോ എന്നുള്ള പേടി ഉണ്ടാവും, അല്ലെങ്കിൽ ജയിക്കുന്നതിന്റെ മാർക്കിനെ പറ്റി ചിന്തിക്കും. അങ്ങനെ പല ചിന്തകളുമായിട്ട് നിങ്ങൾ എക്സാം ഹോൾ വരെ പോകും. പക്ഷേ വൺസ് യു സ്റ്റാർട്ട് യുവർ എക്സാം, പിന്നെ ഇതൊന്നുമില്ല. ഞാൻ ജയിക്കുമോ എന്നുള്ള ചിന്തയില്ല, അല്ലെങ്കിൽ എന്തൊക്കെ ഞാൻ പഠിച്ചതിലേക്ക് പുറകെ പോവില്ല, വീണ്ടും പഠിക്കാനുണ്ട്, അത് പഠിക്കാനുണ്ട്, ഇത് പഠിക്കാനുണ്ട് ചിന്തിക്കില്ല. ഇതെല്ലാം നിർത്തിവെച്ച് ഒറ്റ ചിന്തയിലേക്ക് പോകും, ആ എക്സാം ഭംഗിയായിട്ട് എഴുതുക. പക്ഷെ എക്സാം തോക്കാനായി പോകുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചു, ഞാൻ ജയിക്കില്ല, എനിക്ക് ജയിക്കണം ആഗ്രഹം. ഉഴപ്പൻ എന്നൊക്കെ പറയില്ലേ നമ്മള്, ഉഴപ്പൻ എന്നൊക്കെ പറയുന്ന പണ്ടൊക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ വലിയ രീതിയിൽ പറയില്ല. അവർക്ക് എന്താ ചെയ്യാം? അവരവിടെ ഇരുന്നിട്ട് എക്സാം കഴിഞ്ഞിട്ടായിട്ടുള്ള കാര്യം, ഒറ്റാലുള്ള സുഖം, ഇങ്ങനെയുള്ളതൊക്കെ ചിന്തിക്കും. അവരവിടെ വെച്ച് പല ചിന്തകളും പോകും. ഇതിലേതാണ് നമ്മൾ? ജീവിതത്തെ മാറ്റണം എന്നുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതാൻ വരികയാണെങ്കിൽ അത് മാറ്റുക തന്നെ ചെയ്യണം. അതിന് വേറൊന്നുമില്ല. അവിടെ ഒറ്റ ചിന്തയേ ഉള്ളൂ, അവിടെ മറ്റൊരു ചിന്തയുമില്ല. ഞാൻ മാറും, അല്ലെങ്കിൽ എനിക്ക് മാറണം, അത് മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ഒന്നിനും യാതൊരു സാധ്യതയുമില്ല. അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കണ്ട, ഒറ്റ നോട്ടം എന്നിലേക്ക് മാത്രം. ഇതിന് പറയുന്ന പേരാണ് ഫോക്കസ്. ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു, അതിനാണ് നിന്നിലേക്ക് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്. അകത്തോട്ട് നമ്മളിലേക്ക് ശ്രദ്ധിക്കുക.
അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മുടെ ജീവിതം എന്താവണം എന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇപ്പോൾ എന്ന് മനസ്സിലാക്കുക. നമുക്കിപ്പോൾ ഒന്നേ അറിയുള്ളൂ, എന്റെ ജീവിതം ശരിയല്ല. ഇതെല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണ് ഈ ശരിയല്ലാത്തത്? എന്റെ ജീവിതത്തിൽ ശരിയല്ലാത്തത് എന്താണ് എന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവിൽ നിന്ന് മാത്രമേ എന്തൊക്കെ ശരിയാക്കണമെന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ദിവസം 2-3 ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. എങ്ങനെ ഇവരെ പറഞ്ഞ് ശരിയാക്കാൻ പറ്റും? എന്ത് പറയണം? കാരണം ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം അത്രയും വലിയ ഈ സമുദ്രം പോലെ കിടക്കുകയായിരുന്നു ഇത്രയും കാലം ജീവിച്ച ജീവിതത്തിലെ അനുഭവങ്ങൾ. ഇതിന് ഒരു സുപ്രഭാതത്തിൽ ദിനേശ് മുഖത്ത് പോയിട്ട് ഇല്ല ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് ഇങ്ങനെ മാറ്റിപ്പിടിക്കൂ, ഇത് മാറ്റിപ്പിടിക്കൂ എന്ന് പറഞ്ഞാലൊന്നും മാറ്റാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഹാർഡ് ഡിസ്ക് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സാധനത്തെ ഞാൻ കൊടുക്കുന്ന അഫർമേഷൻ പോലുള്ള ഒരു പ്രോഗ്രാമും കൊണ്ടോ, അല്ലെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ് കൊണ്ടോ, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ടോ, അല്ലെങ്കിൽ മൈൻഡ് മാസ്റ്ററി കൊണ്ടൊന്നും ഒറ്റയടിക്ക് ഇറേസ് ചെയ്യാൻ പറ്റില്ല. ഇറേസ് ചെയ്യാൻ പറ്റും, നമ്മൾ ഇറേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടെ വേറെ പ്രോഗ്രാം കൊടുക്കണം. അപ്പൊ എന്ത് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ആവശ്യം? അതിന് ഉത്തരവില്ല. അവിടെയാണ് നമ്മൾ പെട്ടുപോകുന്നത്. നിങ്ങൾക്ക് എന്താവണം എന്നതിന്റെ ഉത്തരവില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുക? എന്തിലേക്കാണ് പ്രോഗ്രാം ചെയ്യുക? നിങ്ങൾ ഇന്ന് മനസ്സിലാക്കണം. ഒരു കടലാസിൽ നിറയെ പെൻസിൽ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കടലാസിൽ നിറയെ പെൻസിൽ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നോട് വന്ന് പറയുന്നു ഈ എഴുതി വെച്ചതൊക്കെ തെറ്റാണ് സാർ, ഇത് മാറ്റണം. ഓക്കെ, ശരി, തയ്യാറായിക്കോ. പെൻസിൽ റബ്ബർ എടുത്തോളൂ, അടുത്ത പെൻസിൽ എടുത്തോളൂ. നിങ്ങൾ തയ്യാറായി. എന്താണ് അവിടെ എഴുതേണ്ടത്? അതെനിക്കറിയില്ല. അവിടെയാണ് പെട്ടുപോകുന്നത്. അവിടെ എഴുതി ചേർക്കണ്ടേ? മായ്ച്ചു കളയുന്നുണ്ടെങ്കിൽ ഇതിനൊരു ഒറ്റ കണ്ടീഷൻ ഉള്ളൂ, മായ്ച്ചു കളയുന്നുണ്ടെങ്കിൽ അവിടെ വേറെ എഴുതണം. എഴുതിയാണ് മായ്ക്കുക. റീറൈറ്റിംഗ് മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പൊ എന്ത് എഴുതണം? അവിടെയാണ് വിഷയം വരുന്നത്. ആ ഒരു തീരുമാനം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പലപ്പോഴും പല കോഴ്സുകളിലും ചേരാൻ പറയുന്നത്, ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാനായിട്ട്. എന്താവണം എനിക്ക്? പക്ഷെ എന്താ സംഭവിക്കുന്നത്? കോഴ്സിന് ജോയിൻ ചെയ്യും, പക്ഷെ പ്രാക്ടീസ് ചെയ്യില്ല. ഒരൊറ്റ കാര്യം പ്രാക്ടീസ് ചെയ്യില്ല. പ്രാക്ടീസ് ചെയ്താലല്ലേ മാറാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്യാനേ തിരിച്ചറിവുണ്ടാക്കാൻ പറ്റുള്ളൂ. ആ തിരിച്ചറിവുണ്ടാക്കിയാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ അടുത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എങ്ങോട്ട് മാറണം? ഇത് ശ്രദ്ധിക്കൂ. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ എന്താവണം എന്നതിനെ ശ്രദ്ധിക്കുക. എന്തൊക്കെ ആയില്ല എന്നൊക്കെ നമുക്കറിയാം, അതൊന്നും വിഷയമല്ല. പക്ഷെ എങ്ങോട്ട് പോകണ്ട, ഇതാണ് ജീവിതത്തിന്റെ യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, ജേർണി ടു ഹാപ്പിനെസ് പോലുള്ള കോഴ്സുകൾ എടുത്ത് പഠിക്കൂ. ഞാൻ ഇന്നൊരു കാര്യം തീരുമാനിച്ചു, 2 കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ് ഇന്ന് ക്ലാസ്സിന് വന്നത്. ഒന്ന്, നേരത്തെ ഞാൻ ഒരാളോട് സംസാരിച്ചിരുന്നപ്പോ ശരിക്കും ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ ഈ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പരിപാടിയിൽ കുറെ വർഷമായി എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോ എന്റെ പെൻഡുലം ഇതുവരെ ഒരു കാര്യം ചോദിച്ചിട്ട് ചലിക്കാതിരുന്നിട്ടില്ല. ഒന്നിക്കൽ അത് തെറ്റ് എന്ന് പറയും, ശരി എന്ന് പറയും. ചലിക്കാത്ത അവസ്ഥ വന്നത് അപൂർവമാണ്. പെൻഡുലം ചലിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പോലും നിശ്ചയമില്ല എന്നാണ് അർത്ഥം. പിന്നെ ഞാൻ എങ്ങനെ അതിന് മറുപടി പറയാൻ പറ്റും? ഇങ്ങനെയും ജീവിതങ്ങളുണ്ട് ഈ ലോകത്ത്, ഇങ്ങനെയും ജീവിതങ്ങളുണ്ട്. കർമ്മഫലം എന്നൊക്കെ പറയുന്നത് നമ്മളത് അറിഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴാണ് അതിന്റെ ആഴവും വ്യാപ്തിയും അറിയുന്നത്. അറിയാത്തടത്തോളം അറിയാത്ത കാര്യം നമുക്കൊന്നും എന്താ പറയാ, അങ്ങനെയൊക്കെ ചൊല്ലക്കേണ്ട. ഓക്കെ, നമുക്ക് അറിയുന്നത് വളരെ ചുരുക്കവും അറിയാത്തൊരു സാഗരവുമാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്ങനെ ഇതിനെയൊക്കെ മാറ്റാൻ പെടുത്തും എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, ദൈവത്തിൽ അർപ്പിക്കുക. മറ്റൊന്നും അതിന് മറുപടി പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഈ ചെറിയ തലക്കകത്ത് വളരെ ലളിതമായ കാര്യങ്ങളെ അറിയുള്ളൂ. അതിനും എത്രയോ അപ്പുറത്താണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കാര്യം. നമ്മളൊരു പാർട്ട് ഓഫ് കോൺഷ്യസ്നസ് മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ വീണ്ടും ഇന്ന് ആ സമയത്ത് ഞാൻ തീരുമാനിച്ചതാണ്, എന്തുകൊണ്ട് കർമ്മ ഇങ്ങനെ ആൾക്കാരെ ഡൈല്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല? എന്ത് ചെയ്യണം? എങ്ങനെയാണിത് ഓരോ മനുഷ്യന്റെ അവസ്ഥയിൽ? ഉത്തരം ഒരാൾക്കും പറയാൻ പറ്റില്ലെന്നറിയാം. പക്ഷെ കുറച്ചൊക്കെ മറുപടികൾ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും എളുപ്പമായ മറുപടികൾ, ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനെ 1-2 കാര്യങ്ങളിലൂടെയാണ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
നമ്മളിവിടെ ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. പക്ഷെ നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനുള്ള പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം, അതായത് നമ്മുടെ കർമ്മയെ നമുക്ക് ഒഴിവാക്കി കിട്ടണമെങ്കിൽ നമ്മൾ പരോപകാരം ചെയ്യണം, മറ്റുള്ളവനെ സഹായിക്കണം. അതിലൂടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിലേ ലഭിച്ചതിനെ ഇതിലേ കൂടി അങ്ങ് കൊടുത്ത് ഒഴിവാക്കണം. എന്നിട്ട് അവൻ മറ്റൊരിടത്തേക്ക് പോയി ഈ സൈക്കിൾ ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടേയിരിക്കണം. കുറെ കാര്യം പറയാനുണ്ട്. അതിനെപ്പറ്റി ഞാൻ ധർമ്മത്തിനെ പറ്റിയിട്ട് പറയാൻ ഇപ്പോൾ ആളേ അല്ല. കാരണം ധർമ്മത്തിന് അത്രയും ധർമ്മത്തിന് അതിനത്രയും വലിയ മഹാത്മ്യമുണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ച കാര്യത്തിലാണ് നമ്മളൊരു ഹാപ്പിനെസ് മാസ്റ്ററി ഒഫീഷ്യലി ആയിട്ട് തന്നെ ഒരു ചാരിറ്റി പാർട്ട് തുടങ്ങുന്നു. കാരണം പലർക്കും രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഒരു കോഴ്സ്, ഇപ്പോൾ എനിക്കൊരു കോഴ്സ് നിങ്ങൾക്ക് നൽകണമെങ്കിൽ അതിൻ്റെതായ കുറേ ചെലവുകളുണ്ട്. എന്റെ സോഫ്റ്റ്വെയറിന് ചെലവുണ്ട്, മാസാമാസം നല്ലൊരു എമൗണ്ട്. നിങ്ങൾക്ക് ആപ്പൊക്കെ തരുമ്പോൾ മാസാമാസം നല്ലൊരു എമൗണ്ട് അവർക്ക് കൊടുക്കണം. GST ഉണ്ട്, അത് സബ്മിറ്റ് ചെയ്യണം. ഓഫീസ് ഉണ്ട്, ചുറ്റുവട്ടമുണ്ട്. ഇങ്ങനെ ഒരുപാട് ചെലവുകളിലൂടെയാണ്. പിന്നെ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന സൂമിനൊക്കെ ഒരു മാസം നല്ലൊരു എമൗണ്ട് കൊടുക്കണം. അത് 500 പേരുടെ സൂം വെക്കുമ്പോൾ അത്രയും കൂടുതൽ എമൗണ്ട് അതിന് കൊടുക്കണം. 100 പേരാണെങ്കിൽ അത്രയും പൈസയില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചെലവുകളുണ്ട്. അപ്പൊ എനിക്ക് എല്ലാ കോഴ്സുകളും ഒരാൾക്ക് ഫ്രീ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് പോസിബിൾ ആയ കാര്യമല്ല. കാരണം അതിനൊക്കെ ഒരു ഫ്രീ കൊടുത്ത ഒരാളെ എന്ന് പറയുമ്പോൾ അതിനും GST കൊടുക്കണം. 6000 രൂപയുടെ ഒരു കോഴ്സ് ഞാൻ ഒരാൾക്ക് ഫ്രീ കൊടുക്കുമ്പോൾ അതിന്റെ ക്ലെയിം കാണിക്കണം, ഒക്കെ വേണം. അപ്പൊ ഞാൻ ഒരു എളുപ്പം തീരുമാനിച്ചു, ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി വരുന്ന ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് അവർ വളരെ വിഷമത്തിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ മറ്റ് ചില പുസ്തകങ്ങൾ വേണ്ടവർ, ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യം, അങ്ങനെയുള്ളവർക്കെല്ലാം എന്റെ കോഴ്സുകളിലെല്ലാം 50% ഞാൻ എന്റെ പാർട്ട് ചാരിറ്റി എന്ന രീതിയിൽ ഞാൻ കൊടുക്കുന്നു. 50% ഞാൻ അവർക്ക് കുറച്ചു കൊടുക്കുന്നു. ബാക്കി 50% നമ്മളൊരു ഫണ്ട് രൂപീകരിക്കുന്നു. ആ ഫണ്ടിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതുകൂടാതെ തന്നെ ഒരുപാട് ഹെൽപ്പ് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരിൽ നിന്നും അവർക്ക് ആ ഫണ്ടിൽ നിന്നൊരു തുക കൊടുക്കണം. ഒരുപാട് ആൾക്കാർ, അഗതികളായ ഒരുപാട് അമ്മമാര്, ഒരുപാട് മാതാപിതാക്കൾ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഞാൻ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവർക്ക് നമ്മളുടെ പേരിൽ, ഈ കമ്മ്യൂണിറ്റിയുടെ പേരിൽ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വലിയ കാര്യങ്ങളെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. വലിയ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ചിന്തയിൽ ഇപ്പോഴില്ല. ചെറുത് ആൾക്കാർക്ക് ചെറുതായിട്ട് നൽകാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അത്രയേ ഉള്ളൂ. നമ്മൾ വളരാനിരിക്കുന്ന സംഭവമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ഇതായിട്ട് ഒരാളെ കിഡ്നി അങ്ങനെയൊന്നും നമുക്കറിയില്ല. അതൊന്നും പറ്റി ചിന്തിക്കുന്നേ ഇല്ല. ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾക്ക് എത്ര കണ്ട ആൾക്കാർക്ക് ഇവിടെ ഇതിലേ കൂടി നമുക്ക് ലഭിക്കുമ്പോൾ അതിലേ കൂടി കൊടുക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് ക്ലാസ്സിൽ വന്നിട്ട്, സാറേ എനിക്ക് 5000 രൂപയുടെ ലോട്ടറി അടിച്ചു, 6000 രൂപയുടെ ലോട്ടറി അടിച്ചു, 10000 രൂപ. നല്ല കാര്യമാണ്, യാതൊരു തർക്കമില്ല, നല്ല കാര്യം. അതിൽ നിന്നൊരു 100, അതിൽ നിന്നൊരു 200 രൂപ ആർക്കും പറ്റുന്നതാണ്. ഇത് ഒരു 10 പേരോ 20 പേരോ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരാളെ സഹായിക്കാം. അതിൽ 50% എനിക്കും നിങ്ങൾ കാശ് തരുന്നുണ്ട്, അതിൽ നിന്ന് ഞാനും സഹായിക്കും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇതൊരു നമ്മുടെ ദാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കർമ്മത്തെ കുറച്ചങ്ങ് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുക. ഇതാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്. ഇന്ന് മറ്റൊരാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ ക്ലാസ്സിൽ വന്നെന്ന് മുതൽ അവരെ നോട്ട് ചെയ്യുന്നുണ്ട് എന്താണ് അവരുടെ യഥാർത്ഥ വിഷയമെന്ന്. എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പലപ്പോഴും എന്നെ ബന്ധപ്പെട്ട് ഞാൻ അധികം നിങ്ങളാരും വാട്സപ്പ് മെസ്സേജുകളൊന്നും നോക്കാൻ എനിക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ പലരും മെസ്സേജ് അയക്കുന്നൊന്നും ഞാൻ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് നോക്കാൻ സാധിക്കില്ല. 10, 20 ആളും 30 ആളും പറഞ്ഞാൽ എനിക്ക് എന്റെ ഓഫീസ് വർക്കിന്റെ ഇടയിൽ നോക്കില്ല. ഇന്ന് ഞാൻ ആ വ്യക്തി മെസ്സേജ് അയച്ചപ്പോൾ എനിക്കൊന്ന് 5 or 6 പ്രാവശ്യം മെസ്സേജ് അയച്ചപ്പോഴും ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളിൽ ഒരു ബാഡ് കർമ്മയിരിപ്പുണ്ട്, അതൊന്ന് പുറത്തെടുക്കാത്തതുപോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു ഐഡിയ ഇന്നൊരു ജസ്റ്റ് ഒരു തൽക്കാലത്തേക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവര് ജേർണി ടു ഹാപ്പിനെസ് പോലുള്ള കോഴ്സുകൾ ചെയ്ത് മനസ്സിലാക്കി പുറത്തോട്ട് പോവുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അവർക്ക് ഇപ്പൊ ഇത്രയൊക്കെ കാശ് തന്നിട്ട് ആ കോഴ്സ് പഠിക്കാൻ, ഇപ്പൊ ഞാനിപ്പോ 50%, ഏത് കോഴ്സിന്റെ ഒരു 50% ഞാൻ കൊടുത്താൽ തന്നെ 3000 രൂപ, 7,000 സംതിങ് ആണ് വരുന്നത്, 3500 സംതിങ്. അതും അവരെ സംബന്ധിച്ച് ഇപ്പോ ഇവരൊക്കെ സംബന്ധിച്ച് അത്രയും ഈസി ആയ കാര്യമല്ല. അപ്പോ നിങ്ങൾക്ക് ഉള്ളവർക്ക് കുറച്ചൊന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് അവർ പഠിക്കട്ടെ. പക്ഷെ അവർ വരുമ്പോഴും ഇവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരു ബാഡ് കർമ്മയുമായിട്ടാണ് വരുന്നത്, അതിനെ പൊരുതി വിജയിക്കാൻ തയ്യാറായിട്ട് വരണം. അല്ലാതെ ഞാൻ മാറില്ല, ഇങ്ങനെ നിൽക്കുള്ളൂ എന്ന തീരുമാനത്തിലാണെങ്കിൽ വെറുതെ മറ്റുള്ളവർ സമയം കളയരുത്. നിങ്ങൾക്ക് മാറാൻ ഇതാണ് സാമ്പത്തികമാണ് തടസ്സമെങ്കിൽ അതിനൊരു പരിഹാരം നമുക്കിവിടെ കാണാം. പക്ഷെ നിങ്ങൾ മാറാൻ തയ്യാറാവണം. എനിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇതിനെ ഞാൻ
പുറത്തു കിടക്കും. ഞാൻ പറയാറുണ്ടല്ലോ, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പി നിർമ്മാതാവുമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച്. നിങ്ങൾ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഡെയിലി അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏത് ബാഡ് കർമ്മയും നമ്മളിൽ നകന്നു പോകും. കാലൻ വന്നിട്ട് നമ്മളോട് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഗീത നമ്മൾ പറയാറില്ലേ, ഭഗവാന്റെ സ്വത്രം നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലം വന്നിട്ട് പോലും തിരിച്ചു പോകുന്നു എന്ന് പറയുന്ന പോലെ ലളിതമാണ്. ആ വന്നിരിക്കുമ്പോൾ നമ്മൾ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പൂർണ്ണാരോഗ്യവാനാണ്, ഞാൻ പൂർണ്ണാരോഗ്യം. കാലം നിൽക്കും, എന്നിട്ട് പറയും ഇത്രയും പൂർണ്ണ ആരോഗ്യവാനെ ഞാൻ ഇപ്പൊ കൊണ്ടുപോകണോ വേണ്ടയോ, എന്നിട്ട് ചോദിക്കും, എന്നിട്ട് തിരിച്ചു പോകും. പർപ്പസ് വർക്ക് ചെയ്ത്, കാരണം അത്രയും നമ്മൾ പവർഫുള്ളായി മാറും. ഈ മാറ്റം നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് ഞാൻ വാക്കിനെ പറ്റി, നിങ്ങൾ ഒരു വാക്ക് പറയുമ്പോൾ ഇത്രയും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 വാക്ക് പറഞ്ഞിട്ടായിരിക്കും അവസ്ഥ. എത്ര മാറ്റം ഉണ്ടാവും. അതിനുവേണ്ടി തയ്യാറാവുക. ആർക്കെങ്കിലും ഇപ്പൊ പബ്ലിഷലായിട്ട് പറയുന്നു, രണ്ട് പാർട്ടിയുടെ ആൾക്കാർക്കും പറയുന്നു, ആർക്കെങ്കിലും എന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ തീരെ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ, ഞാനതിന്റെ വഴി ഉണ്ടാക്കാം. ഇനി രണ്ടാമത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ സഹായിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ സഹായിച്ചോളൂ, അതിന് നമുക്ക് വഴിയുണ്ടാകും. ബാക്കി എത്രയാണ് കിട്ടിയത് അത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അതുകൊണ്ട് പറ്റുന്നവർ സഹായിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് പാവപ്പെട്ട ആൾക്കാരെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അവരെ മാക്സിമം അവർ തയ്യാറാണെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു പോകും, ഒത്തുപിടിച്ചു നോക്കാം. ഇപ്പൊ എന്റെ ടീമിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ക്ലാസ്സിൽ വന്ന് ജെനറ്റീവ് ഹാപ്പിനെസ്സിൽ വന്നിട്ട് ആൾക്കാർ അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാർ ഇതാക്കുന്നുണ്ട്. ആശയെ പോലെയും സ്നേഹയെ പോലെയും സുധാകുമാരിയമ്മയെ പോലെ, അതുപോലെ ഒരുപാട് ഗീതയൊക്കെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ആക്റ്റീവായിട്ട് ഇത് ഇങ്ങനെയല്ല, ഇതൊന്ന് നോക്കൂ, ഒന്നുകൂടി ക്ലാസ് കാണൂ, ഒന്നുകൂടി വായിക്കൂ, ഒന്നുകൂടി. ഇത് എത്ര പ്രാവശ്യം ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയ കാര്യമാണ് ഓരോ കാര്യം. അപ്പൊ അങ്ങനെ ഒരു ടീം വർക്കിലേക്ക് നിങ്ങൾ എല്ലാവരും തയ്യാറായി വരണം. കുറച്ച് ദിവസം വീഡിയോ കണ്ടു വിട്ടെറിഞ്ഞ് പോകുന്നുണ്ട്, പൊക്കോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ തന്നെ പോകും. പക്ഷെ നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ എന്ന് അറിയുക. നമുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ തുടരാം. രണ്ടാമത്തെ രണ്ട് കാര്യം ഇതിൻ്റെ ആയല്ലേ, മറന്നു പറയാൻ ഞാൻ മറന്നില്ല. ഓക്കെ, പറഞ്ഞു വന്നപ്പോ ഇന്ന് മറന്നിട്ടില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടാ? അപ്പൊ നമുക്ക് ഇന്ന് മതിയാക്കാം അല്ലെ? സാറേ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ. ഞാൻ ഇന്ന് ആദ്യമായിട്ട് 1111 എന്റെ ഫോണിൽ കണ്ട്. ഞാനൊരു നല്ല കാര്യത്തിന് പോയതായിരുന്നു. അവിടുന്ന് ആ സമയത്തായിരുന്നു ആ ഫോൺ നമ്പറിൽ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഫോൺ എടുക്കുന്നതും 1111. നിങ്ങൾ ഇനി 11 കണ്ടില്ലെങ്കിൽ അതിശയുള്ളൂ, കുഞ്ഞുമോളുടെ വരവോടുകൂടി നിങ്ങൾ മാറിയില്ലേ. താങ്ക് യു സാർ, താങ്ക് യു. ഒരുപാട് നന്ദി. താങ്ക് യു സാർ. എനിക്ക് പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ ബിന്ദു. സാറേ, ഞാൻ മെഡിറ്റേഷന് ഇതുവരെ കയറിയിട്ടില്ല. സാറിന്റെ യൂട്യൂബ് കണ്ട് രാവിലെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എപ്പോഴും നെഗറ്റീവ് മാത്രമേ വരുന്നുള്ളൂ. എങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 2020 കയറിയായിരുന്നു. ഇന്ന് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്റെ ഭർത്താവിന് സുഖമില്ലായിരിക്കാണ്. അപ്പം അദ്ദേഹത്തിന് ഉറക്കമില്ല. അദ്ദേഹം സുഖമില്ലാതെന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചിട്ട് ലിവറിന് പ്രശ്നമായതാണ്. ഒരു 4-5 മാസമായി മെഡിക്കൽ കോളേജിൽ മരുന്ന് കഴിക്കുന്നു. പക്ഷെ ഉറക്കമില്ല, ലേശം പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ എന്തായാലും ഇതിനൊക്കെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അതൊന്നും ചെയ്യല. അതിലൊന്നും വിശ്വാസവും ഇല്ല. അപ്പൊ ഇതിനൊക്കെ വേണ്ടി ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യുവാണ്. എനിക്ക് മെഡിറ്റേഷന് രാവിലത്തെ അത് തന്നെയല്ലേ ബിന്ദു ഞാനിപ്പോ പറഞ്ഞു. മാറണമെങ്കിൽ അവനവൻ തീരുമാനിക്കാത്തിടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റും? അവന് ഇതിനകത്തല്ലേ ഈ മാറ്റം വരേണ്ടത് അല്ലേ? അതിനകത്തല്ലേ മാറ്റം വരേണ്ടത്. മറ്റുള്ളവർക്ക് നമുക്കും മറ്റുള്ളവർ ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അവര് മാറുക തന്നെ വേണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവര് മാറാനായിട്ട് നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ചാൽ നടക്കും കേട്ടോ. ശരി, എനിക്ക് സംസാരിക്കണമായിരുന്നു. ഓക്കെ, സുജ എന്താ പറയാൻ വന്നേ? പറഞ്ഞു. സാർ, ഞാന് പുതിയ ആളാണേ. ഞാന് വീഡിയോ കാണുന്നുണ്ട് സാറിന്റെ. ഞാൻ ആ വെൽത്ത് മെഡിറ്റേഷനിൽ 3 ദിവസം കയറിയായിരുന്നു. സാർ, ഞാനൊരു ക്രിസ്ത്യൻ ആണേ. എനിക്കത് കാരണം ഒരു ചെറുതായിട്ടൊന്ന് ഉൾക്കൊള്ളാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു.
എന്നാലും കുഴപ്പമില്ല, ഞാൻ കേറി. ഞാൻ പ്രസിദ്ധമാമനോട് സംസാരിച്ചായിരുന്നു അതേക്കുറിച്ച്. ഉം. അപ്പൊ ഞാൻ ഇന്ന് 2020 ഇത് ചെയ്തു, പക്ഷെ എനിക്ക് പേയ്മെന്റ് അടയ്ക്കാൻ പറ്റിയില്ല കേട്ടോ. ആണോ? പേയ്മെന്റ് അടയ്ക്കാൻ ഞാൻ 6:30 മുതൽ ഞാൻ ബിസിനസ് ചെയ്യുവാണ്. ഉം. മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്, പത്തനംതിട്ട ഡിസ്ട്രിക്ട് മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉം. അപ്പം ഞാൻ ആ സമയത്ത് ഒരു 6:30 ഒക്കെ ആകുമ്പോൾ പ്രസിദ്ധമാമന് മെസ്സേജ് ഫെയിൽഡ് ആണ് വരുന്നത്. വെൽത്ത് ഓക്കെ, സോറി വെൽത്ത് മെഡിറ്റേഷൻ. വെൽത്ത് മെഡിറ്റേഷൻ, അതെ അതെ അതെ, സാമ്പത്തിക ധ്യാനം ഉണ്ടായിരുന്നല്ലോ. ഈ വെൽത്ത് മെഡിറ്റേഷൻ ചെയ്യുമ്പോ ക്രിസ്ത്യാനിക്ക് എന്താ വിഷയം വരുന്നത് അതിനകത്ത്? അല്ല, എനിക്ക് അതങ്ങോട്ട് ആ മെഡിറ്റേഷന്റെ സമയത്ത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്. ഞാൻ പ്രസിദ്ധമാമയോട് സംസാരിച്ചായിരുന്നു കേട്ടോ. അങ്ങനെയല്ലേ? ഡോളി മാമിന്റെ ഒക്കെ ഒരു ഇത് എനിക്ക് ഇട്ട് തന്നായിരുന്നു. എന്നാലും എനിക്കൊരു ചെറിയൊരു 2020 മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ലേ? അതെന്താ പറ്റി? അത് 2020 ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം. നിങ്ങളതിന് എത്ര എന്ത് ചെയ്യണം ഒന്ന് പറയാവോ? ഞങ്ങൾക്ക് ഒറ്റ കാര്യമുള്ളൂ ഇവിടെ. നമ്മളിവിടെ മൊത്തത്തിൽ ഹാപ്പിനെസ് മാസ്റ്ററി ഹബില് ഇല്ലാത്തൊരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഇവിടെ മതമില്ല, ജാതിയില്ല, വർഗമില്ല. പക്ഷേ അല്ലല്ല, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. നിങ്ങൾ അത് എനിക്കതിൽ എനിക്ക് സ്വാഗതം, ഐ ആം ഓൾവേസ് ഓക്കെ. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഈ കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ ഇറങ്ങി ഞാൻ അതും ചെയ്യും. എനിക്കങ്ങനെ വിഷയമില്ല. പക്ഷെ അതിനകത്ത് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ. ഇപ്പൊ സുജ എന്ന് പറയുമ്പോ ഞാൻ എന്ത് കാണുന്നു എന്നതിൽ വിഷയമേ ഇല്ല. അതല്ല, സുജ എന്താണ് അതാണ് സുജ. ഞാൻ പുറത്ത് എന്റെ കാഴ്ചപ്പാട് സുജ എന്താണെന്ന് സുജയ്ക്ക് ബോധനായിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? ഇല്ലല്ലേ? ജോയിൻ ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ. അല്ല, എനിക്ക് സാറ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒന്നും ഇത് ചെയ്യണ്ട. ഞാൻ കുറേ ദിവസമായിട്ട് എനിക്കൊന്ന് 2 മാസത്തോളമായി, ഒരു 1.5 മാസത്തോളമായി സാറിന്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ ഇത് എന്താണെന്ന് എനിക്കൊന്ന് അറിയാനായിട്ട് ഞാൻ അന്നേരം ഇത് സാമ്പത്തിക ധ്യാനത്തിൽ ഞാനൊന്ന് ഇത് ചെയ്തു. അപ്പൊ ആ മെഡിറ്റേഷന്റെ സമയത്ത് ഞാൻ പറയുന്നതൊന്നും വിചാരിക്കരുതേ. സന്തോഷം, നമുക്ക് സന്തോഷമുള്ള പറയണം. അന്നേരം അപ്പൊ ഞാൻ അന്നേരം വിചാരിച്ചു, എനിക്ക് അറിയത്തില്ല. ഞാൻ പ്രസിദ്ധമാമനോട് ചോദിച്ചു, പ്രസിദ്ധമാമൻ എനിക്ക് അങ്ങനെ കയറുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ? പുള്ളിക്കാരൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ കേറി. അത് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നിങ്ങൾക്കല്ലേ? നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ അല്ല, എനിക്ക് പറയാനുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതും ശരിയല്ല. കാരണം ഇതിലൊന്നും അതെനിക്ക് മനസ്സിലായി സാർ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് അങ്ങനെയൊന്നുമല്ല. നമുക്കിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായി പറയാം. ഞാൻ മുൻപ് പറഞ്ഞതാണ്. ഇപ്പോ ഞാൻ പലപ്പോഴും ഏഞ്ചൽ നമ്പറുകളെ പറ്റി ഇവിടെ പറയാറുണ്ട്, ഏഞ്ചൽസിനെ പറ്റി പറയാറുണ്ട്. ഇതെന്താ നമുക്ക് എന്താണെന്നറിയോ? ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മതം എന്ന് പറയുന്നത് ഒരു ബൗണ്ടറിയാണ്. അതായത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്താണ്. അതെവിടെയാണ്? ഓരോ സ്ഥലത്തും രാജ്യങ്ങളുള്ള പോലെ ഒരു ബൗണ്ടറി ഉണ്ടായ ഒരു സമൂഹമാണത്. ആ സമൂഹം പല സ്ഥലത്ത്, ഇപ്പൊ ഞാൻ 24 വർഷം ഇന്ത്യയിൽ ജീവിച്ചിട്ട് 26 വർഷമായി UAE ജീവിക്കുന്നുണ്ട്. പക്ഷെ പോയവര് ഉണ്ടോ? ഇല്ല, ഞാനുണ്ട്. അപ്പോ പക്ഷെ ഈ 26 വർഷം ഞാൻ ഈ UAE നിയമത്തിലല്ല, ഞാൻ അമേരിക്കയിലോ അങ്ങനെയാണെങ്കിൽ ഞാൻ അമേരിക്കക്കാരനായി മാറിയനെ. UAE അതില്ലാത്തതുകൊണ്ട് ഇവിടത്തുകാരനായി മാറുന്നില്ല. അപ്പൊ ഞാൻ ആരായി മാറി? ആ കൾച്ചറിലേക്ക് മാറി. ഇങ്ങനെയാണ് ഈ കൾച്ചർ മാറി മാറി വന്നത്. അല്ലാതെ ഇതിനകത്ത് മറ്റൊരു കാര്യമില്ല. എല്ലാവരും ആക്ച്വലി ഏത് വഴിയിലെ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലർക്ക് തോന്നുന്നു ഓക്കെ ഇത് ഗുണകരമാണെന്ന് കരുതുന്നു. അപ്പൊ എനിക്കൊരു ഫോളോവർ ഉണ്ടാവുന്നു. പക്ഷെ എന്റെ ഇത് കുറച്ചേ കഴിവുള്ള കോൺഷ്യസ്നസ് വളരെ കുറവായതുകൊണ്ട് ഞാൻ ദൈവമാകുന്നില്ല, പ്രവാചകനാവുന്നില്ല. മറ്റുള്ളവർ അതിനേക്കാൾ എത്രയോ ഹൈ പവറുള്ള ആൾക്കാരാണ്. അപ്പൊ അവർ പ്രവാചകരായി മാറും. അപ്പൊ അവർക്ക് അനുയായികൾ ഉണ്ടാവും, അവർ പറയുന്നത് ശരിയാണെന്നോ. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഒന്ന് തന്നെ, ആശയങ്ങൾ ഈ അവതരിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു ഒറ്റ ദൈവത്തെ പറ്റിയേ പറഞ്ഞുള്ളൂ. ആരും വ്യത്യസ്തമായി ഈ ലോകത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഒരാളും പറഞ്ഞിട്ടില്ല. ഒറ്റ ദൈവത്തെ ഉള്ളൂ. അത് ഏത് വഴിയെ വിളിച്ചോളൂ, ഏത് രീതിയെ വിളിച്ചോളൂ, ഒരു വ്യത്യാസവും ഇല്ല.
ഏത് പ്രാർത്ഥന നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസം ഒന്ന് തന്നെ. ഇത് പക്ഷെ അതിന്റെ രീതികളിൽ വ്യത്യാസം വരുന്നു മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല എന്ന് ഞാൻ എന്റെ വിശ്വാസത്തിൽ പറയുന്നു. നിങ്ങളുടെ വിശ്വാസം അങ്ങനെ ആവണമെന്ന് എനിക്കത് അറിയില്ല കേട്ടോ. ഞാൻ എന്റെ വിശ്വാസമാണ്. അത് കുഴപ്പമില്ല. ഞാനൊന്ന് പറയട്ടെ, നമുക്ക് നിർത്താം. ഞാനൊന്ന് പറയട്ടെ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു സുന്ദരി. സാറേ, ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചപ്പോ എനിക്ക് ഏതാ ഫോണിലത്തെ ഏതാ തൊടേണ്ടത് എന്ന് അറിയുന്നില്ല. ഫോണിനെ പറ്റി ഒരു കാര്യം അറിയില്ല. അപ്പൊ ഞാൻ മാമിനോട് ചോദിച്ചിട്ടാണ് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അപ്പൊ എന്താ പറയാന്ന് വെച്ചാല്, ഞാന് ഒരുപാട് വിഷമത്തില് പറഞ്ഞപ്പോഴാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല സാറേ. ഇപ്പൊ എന്റെ മോൻ ഗൾഫിലാണ്, പൈസ കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. എനിക്ക് 2020 മെഡിറ്റേഷനിൽ ചേരണം നല്ല അതിയായ ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാൻ ഈ ജീവിത വിജയത്തിന്റെ രഹസ്യത്തിൽ തന്നെ കുറച്ച് പൈസ കൊടുത്തിട്ടുള്ളൂ. മാമിന് ഇനി കുറച്ച് പൈസയും കൂടി കൊടുക്കാനുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും നമ്പർ പ്രസീതയുടെ ഫോണിലുണ്ടോ? പ്രസീത കയ്യിലല്ല, രാധിക കയ്യില? 54 നമ്പറിലാണ്, 2454. പ്രസീതയുടെ ഫോണില് പ്രസീത എടുത്ത, രാധിക എടുത്ത? അഡ്മിന്റെ നമ്പർ നിങ്ങളിലുണ്ടോ സുന്ദരി? 2454 ലാസ്റ്റ്. അത് പ്രസീത നമ്പർ. ഓക്കെ, അതിലേക്ക് ഒരു ഹായ് അയച്ചോളൂ. നിങ്ങൾ ഇപ്പൊ 2020 ജോയിൻ ചെയ്യിപ്പിക്കും കേട്ടോ. സാർ, ഞാൻ ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടതാണ് സാർ. എന്നെ നിർത്തിക്കോ. ഒരു സംശയം ചോദിച്ചോട്ടെ? ഒരു സംശയം, നമ്മുടെ കല്ലില്ലേ, നമ്മൾ ആദ്യം ഒരു ഇത് ചെയ്തിട്ട് തന്നെ കല്ല് ടെക്നിക്ക് ചെയ്ത് കല്ല് തറ വീണപ്പോ ഇച്ചിരി പൊട്ടി, അതിന്റെ കുഴപ്പമുണ്ടോ? തറയിൽ വീണപ്പോ ഇച്ചിരി അടന്നുപോയി, എന്റെ കയ്യിൽ നിന്ന് തറയിൽ വീണു. എപ്പോ? ഇപ്പൊ 2-3 ദിവസമായി. പുതിയ കല്ല് പുതിയ ഒരെണ്ണം എടുക്കാമല്ലോ. പുതിയ നാളെ എടുത്തിട്ട് എനിക്ക് ഫോട്ടോ അയക്കണേ കേട്ടോ. ഫോട്ടോ അയക്കണേ, അതിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ. ഫോട്ടോ അയച്ചത് അറിഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. എന്റെ ശരി സാർ. സുധാകുമാരി വസീതൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചോ. നിങ്ങള് സുചിത്ര കയറിക്കോട്ടോ, അർഹത്തിന്റെ കൂടെ കയറിക്കോ. ഓക്കെ സാറേ, ഒരു കാര്യം പറയാൻ സാറേ, പ്ലീസ് ഒരു കാര്യം പറയട്ടെ സാറേ. ഞാൻ നാളെ പൈസ അയക്കാൻ എന്നൊന്ന് ജോയിൻ ചെയ്യിക്കൂ ഈ 2020. മെസ്സേജ് അയച്ചോ. ഇന്ന് ശമ്പളം പറ്റില്ല, കാരണം എന്റെ അസുഖമാണ് എന്റെ വലിയ കാര്യം. ഓപ്പറേഷൻ എന്റെ ബാക്കിയോട് പറയട്ടോ, അവിടെ സംസാരിക്കുന്ന സമയത്ത് കേട്ടോ. ഒന്ന് ചേർത്തോട്ടോ പ്രസീത. രാധാ ദിനേശ്, മല്ലിക, അല്ല രാധാ ദിനേശ്, സുന്ദരി, സുധാകുമാരി. ഓക്കെ, നാളെ പൈസ അയക്കും. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്താ സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിന്ന് എനിക്ക് 4-വീലർ ഡ്രൈവിങ്ങിന് ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ 2 ദിവസമായിട്ട് ഞാൻ 1-2 എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മള് പണ്ട് സാറ് ഒരു കല്ലെടുത്തിട്ട്, ഞാൻ അന്ന് അക്വേറിയത്തിൽ നിന്നായിരുന്നു ഒരു കല്ലെടുത്തിട്ട് സാറ് ഇങ്ങനെ രാത്രി കൈപ്പിടിച്ച് കിടക്കാനൊക്കെ പറഞ്ഞിരുന്നു. ആ കല്ല് ഞാൻ എന്റെ പോക്കറ്റിലിട്ടാ പോയത് സാറേ. തിരിഞ്ഞിങ്ങ് എച്ചൊക്കെ എടുത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങ് വരുമ്പോ ഒരു കമ്പി വീണുപോയി. അത് ആദ്യം കണ്ടില്ലട്ടാണോ, അത്രയും നേരം ഞാൻ എല്ലാം കറക്റ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് ടിക്കറ്റ് തന്നു. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷമായി, എല്ലാം നന്ദി പറഞ്ഞു സാറിന്. പാസ്സായി. വേണ്ടതല്ലേ, നമുക്ക് വീണാലും വീണില് കല്ല് കൈ പിടിച്ചാൽ പാസ്സായി കിട്ടിയാൽ മതിയല്ലോ. അതിനല്ലേ നമ്മ കല്ല് വെക്കണേ. അതെ അതാ സാറേ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറയുകയും ചെയ്തു, എന്റെ കൂടെ വന്ന ഒരാളോട് ഞാൻ പറയുകയും ചെയ്തു. ഒരു കുട്ടിക്ക് കിട്ടിയില്ല, അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. ഒരു കൈ പോട്ടെ, ഇനിയിപ്പോ മറ്റേ മെഡിറ്റേഷൻ എന്നോട് കല്ലിന്റെ കാര്യം മതി. നാളെ പറയാം. നിഖില, ഒന്ന് ഫോൺ നോക്കൂ. ഓക്കെ, ശരി. താങ്ക് യു ആൾ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സാറേ. ഞാനിത് കേട്ടിരിക്കായിരുന്നു സാറേ. ഞാൻ നാളെയാണ് മോളുടെ പരീക്ഷ, നാളെയാണ് നീറ്റ് എക്സാം.
അപ്പൊ സാർ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞതല്ലേ മോളെ കാര്യത്തില്. ആ അതെ സാർ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ല കല്ല് എത്തിയിട്ടുണ്ട്. കല്ല് എയും ബിയും 2 കല്ല് കിട്ടിയില്ല. ഒന്ന് മോൾക്കും ഒന്ന് ബി കല്ല് മോൾക്കും നിങ്ങൾക്ക് എയും. ആ ഉവ്വ് ആ വേറെ നോക്കണ്ട, അവള് പോയി എഴുതിക്കോട്ടെ ധൈര്യപൂർവ്വം. നാളെയാണ് പിന്നെ നാളെയാണ്. എല്ലാം രാവിലെ അല്ലേ? രാവിലെ പോകില്ലേ? നാളെ 11 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. 2 തുടങ്ങി 5 വരെയാണ് എക്സാം. ആദിത്യൻ ഓക്കെ, കുഴപ്പമില്ല. ആദിത്യന്റെ എക്സാമിന്റെ പറഞ്ഞല്ലോ. അല്ല അവളോട് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഡൗട്ട് വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ IR5 സിറ്റുവേഷൻ പറഞ്ഞോളാം. IR5 സിറ്റുവേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാൻ. ശരി, താങ്ക് യു. സാറേ ഞാനോട് സാറേ പ്രകാശിനി സാറേ എനിക്ക് പോണ്ടേ, പറഞ്ഞു പ്രകാശിനി പെട്ടെന്ന് പറഞ്ഞു. സാറേ ഞാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടില്ല. ഞാൻ 2-3 പ്രാവശ്യമായിട്ട് പൈസ അയക്കാം. എന്നെ കൂടെ ചേർത്ത് എന്റെ സാമ്പത്തിക മെഡിറ്റേഷനും അതിന് മുമ്പുള്ള 2 ചേർന്നിട്ടുണ്ട്. പൈസ കയ്യിലാകാഞ്ഞിട്ട് അതിന് ചേരണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. പ്രകാശിനി മൊബൈൽ നമ്പർ എത്ര? 9946 മെസ്സേജ് അയച്ചോ? 009901. പുസ്തകമൊക്കെ മേടിച്ചായിരുന്നു. പുസ്തകം വായിക്കും. 9946 009901. എനിക്ക് പുസ്തകം വായിക്കാൻ പോലുള്ള ഒരു ഇതങ്ങോട്ട് കിട്ടുന്നില്ല അത്രയ്ക്ക്. പിന്നെ മെഡിറ്റേഷൻ ചെയ്തിരുന്ന കാര്യം നിങ്ങൾ അവിടെ ഇരിക്കും, കണ്ണടച്ചിട്ട് ഇരിക്കും, ഒരു വ്യത്യാസവും വരില്ല. അല്ല ഇതിനകത്തില് കേറുന്നുണ്ട്. മറ്റേ സാറിന്റെ മെഡിറ്റേഷന് കേറണം എനിക്ക്. കാരണം ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അതെ, ഇത് ബുദ്ധിമുട്ടുള്ള തലയിനകത്ത് ആദ്യം വായിക്കാൻ പോലും സാവകാശം കിട്ടിയില്ലെങ്കിൽ പിന്നെ മെഡിറ്റേഷൻ ചെയ്തിട്ട് മാറ്റം ഉണ്ടാവും. എന്തായാലും വന്ന് കയറി നോക്കാം. വീട് പാതിയായി കിടക്കുന്ന വീട്. അപ്പൊ